ഇന്ന് ചൈത്ര പൗർണമി, ഹനുമാൻ ജയന്തിയും കൂടിയാണ്. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും രാത്രി 12 മണിക്ക് മുമ്പ് ഹനുമാന്റെ വിവാഹ കഥ കേട്ടാൽ മതി. ഇന്നത്തോടെ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറും. നിങ്ങളുടെ ദശ മാറിമറിയും. വേണ്ടെന്ന് പറഞ്ഞാലും ധനം വരും. ജന്മങ്ങളിലെ പാപങ്ങൾ നീങ്ങി കോടി ജന്മങ്ങളിലെ പുണ്യം ലഭിക്കും. വീട്ടിൽ ധനവർഷം ഉണ്ടാകും. വിവാഹ ദോഷങ്ങൾ മാറും. വിവാഹം നടക്കാത്തവർക്ക് പെട്ടെന്ന് വിവാഹം നടക്കും. ഹനുമാൻ ജയന്തി ദിവസം ക്ഷേത്രങ്ങളിൽ ആഞ്ജനേയ സ്വാമിക്ക് സുവാർച്ചല ദേവിയുമായി വിവാഹം നടത്താറുണ്ട്. അതുകൊണ്ട് ഈ വിവാഹ കഥ കേട്ടാൽ നിങ്ങൾക്ക് എല്ലാം ശുഭകരമായിരിക്കും. സുഹൃത്തുക്കളെ, കഥകൾ കേൾക്കുന്നതിന് മുമ്പ് കമന്റ് ബോക്സിൽ ജയ് ഹനുമാൻ ജയ് ശ്രീരാം എന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക. ഇന്ന് ഹനുമാൻ ജയന്തി ആയതുകൊണ്ട് ആദ്യം ഹനുമാൻ എങ്ങനെ ജനിച്ചു എന്ന് പറയുന്ന പവിത്രമായ കഥ കേൾക്കാം. അതിനുശേഷം ഹനുമാന്റെ വിവാഹ കഥ കേൾക്കാം. പണ്ട് ബ്രഹ്മലോകത്ത് ബ്രഹ്മദേവനും സരസ്വതി ദേവിക്കും ഒരു പുത്രി ജനിക്കുന്നു. അവർ അവൾക്ക് അഹല്യ എന്ന് പേരിട്ടു. ഈ അഹല്യാദേവി വളരെ സുന്ദരിയായിരുന്നു. അവളെ കണ്ട് ദേവന്മാരെല്ലാം സന്തോഷിച്ചു. ബ്രഹ്മാവേ, അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ദേവേന്ദ്രൻ ചോദിക്കുന്നു. സൂര്യദേവൻ വന്ന് ബ്രഹ്മാവേ, ഞാൻ നവഗ്രഹങ്ങളുടെ അധിപനായതുകൊണ്ട് അഹല്യാദേവിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് പറയുന്നു. പിന്നീട് വരുണദേവൻ വന്ന് ഇല്ല ബ്രഹ്മാവേ, അഹല്യയെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് പറയുന്നു. ഇങ്ങനെ ദേവന്മാരെല്ലാം അഹല്യയെ തങ്ങൾക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ചോദിക്കുന്നു. ബ്രഹ്മാവ് സന്ദിഗ്ധാവസ്ഥയിലാകുന്നു. കാരണം ഇന്ദ്രന് അഹല്യയെ നൽകിയാൽ സൂര്യൻ കോപം വരും. സൂര്യൻ നൽകിയാൽ വരുണദേവൻ കോപം വരും. വരുണദേവന് അഹല്യയെ നൽകിയാൽ യമൻ കോപം വരുമല്ലോ എന്ന് ബ്രഹ്മാവ് ആലോചിച്ച് ഇങ്ങനെ പറയുന്നു. ഓ ദേവന്മാരെ, നിങ്ങളെല്ലാവരും ഉടൻ പുറപ്പെടുക. ഈ ഭൂമിയെ 3 തവണ പ്രദക്ഷിണം ചെയ്ത് വരിക. ആരാണോ ആദ്യം വരുന്നത് അവർക്ക് എന്റെ മകൾ അഹല്യാദേവിയെ വിവാഹം കഴിച്ചുതരാമെന്ന് പറയുന്നു. ഉടൻ തന്നെ ദേവന്മാരെല്ലാം അവരവരുടെ വാഹനങ്ങളിൽ കയറി ഭൂപ്രദക്ഷിണം ചെയ്യാൻ പോകുന്നു. ദേവന്മാർ ഭൂപ്രദക്ഷിണം ചെയ്യാൻ പോയെ വിഷയം നാരദന് അറിയാൻ കഴിയുന്നു. നാരദൻ ഭൂലോകത്തിലേക്ക് വന്ന് ഗൗതമ മഹർഷിയുടെ അടുത്ത് ചെന്ന്, ഓ ഗൗതമ മഹർഷി, ബ്രഹ്മാവിന്റെ മകളായ അഹല്യക്ക് സ്വയംവരം നടക്കുന്നു. ദേവന്മാരെല്ലാം ഭൂപ്രദക്ഷിണം ചെയ്യാൻ പോയി. അങ്ങ് സ്വയംവരത്തിന് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗൗതമ മഹർഷി, സ്വാമി, ദേവന്മാരെല്ലാം മഹാശക്തിയുള്ളവരാണ്. അവർക്ക് ഭൂപ്രദക്ഷിണം ചെയ്യാൻ കഴിയും. ഞാൻ സാധാരണ മഹർഷിയാണ്. എനിക്കെങ്ങനെ ഭൂപ്രദക്ഷിണം ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുന്നു. അപ്പോൾ നാരദ മഹർഷി ഗൗതമനോട് ഇങ്ങനെ പറയുന്നു. ഗൗതം മഹർഷി, ഞാൻ അങ്ങേക്കൊരു ഉപായം പറഞ്ഞുതരാം. കേൾക്കുക. അവിടെ ഒരു ഗോമാതാവ് പ്രസവിക്കുന്നു. ആ ഗോമാതാവിനെ നമസ്കരിച്ച് 3 പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞാൽ 3 ഭൂപ്രദക്ഷിണം ചെയ്ത ഫലം ലഭിക്കും. പ്രയത്നിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഗൗതം മഹർഷിയാ ഗോമാതാവിന് പ്രദക്ഷിണം ചെയ്യുന്നു. അതിനുശേഷം നാരദൻ ഗൗതമനെ കൂട്ടിക്കൊണ്ട് ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന്, ബ്രഹ്മാവേ, ഇദ്ദേഹം ഭൂപ്രദക്ഷിണം ചെയ്തു. അഹല്യാദേവിയെ ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചു നൽകുക എന്ന് പറയുന്നു. അപ്പോൾ ബ്രഹ്മാവ് ഇത്രയും വേഗത്തിൽ 3 ഭൂപ്രദക്ഷിണങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നു. പ്രസവിക്കുന്ന പശുവിനെ പ്രദക്ഷിണം ചെയ്താൽ ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത ഫലം ലഭിക്കില്ലേ? പശുവിൽ ഭൂലോകം മാത്രമല്ല എല്ലാ ലോകങ്ങളും ഉണ്ടല്ലോ. എല്ലാ ദേവന്മാരും പശുവിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് പശുവിനെ പ്രദക്ഷിണം ചെയ്താൽ ഭൂമിയെ പ്രദക്ഷിണം ചെയ്തതിന് തുല്യമല്ലേ എന്ന് നാരദൻ പറയുന്നു. അപ്പോൾ ബ്രഹ്മാവ് അത് ശരിയാണെന്ന് പറഞ്ഞ് അഹല്യാദേവിയെ ഗൗതമ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. അപ്പോഴേക്കും ദേവേന്ദ്രനും സൂര്യനും ഓടി എത്തുന്നു. ബ്രഹ്മാവെ, ഞാൻ ആദ്യം വന്നുവെന്ന് സൂര്യൻ, ഇല്ല, ഞാൻ ആദ്യം വന്നുവെന്ന് ഇന്ദ്രൻ പറയുന്നു. അപ്പോൾ ബ്രഹ്മാവ് അഹല്യാദേവിയെ ഗൗതമ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്ത കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ അവർ ദേഷ്യത്തോടെ അഹല്യാദേവിയെ എങ്ങനെയെങ്കിലും അനുഭവിക്കണം എന്ന ചിന്തയോടെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അഹല്യാദേവിയും ഗൗതം മഹർഷിയും ആശ്രമത്തിൽ വന്ന് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. അവർക്ക് അഞ്ജനാദേവി എന്നൊരു മകൾ ജനിക്കുന്നു. ഒരിക്കൽ ഗൗതമ മഹർഷി ഹിമാലയത്തിനടുത്ത് ഋഷിമാരെല്ലാം പവിത്രമായ യാഗം ചെയ്യുന്നു. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മടങ്ങിവരും, നീ ശ്രദ്ധിക്കണം എന്ന് അഹല്യയോട് പറഞ്ഞ് അവൻ പോകുന്നു. ഇത് ഒരു അവസരമായി കണ്ട ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ രൂപം ധരിച്ച് നേരെ അഹല്യാദേവിയുടെ അടുത്തെത്തുന്നു. തന്റെ ഭർത്താവ് വന്നുവെന്ന് കരുതിയ അഹല്യ അദ്ദേഹത്തോടൊപ്പം ഏകാന്ത സുഖം അനുഭവിക്കുന്നു. ഇന്ദ്രൻ പോകുന്നത് കണ്ട സൂര്യനും ഇന്ദ്രൻ പോയതിനു ശേഷം താനും ഗൗതമ മഹർഷിയുടെ വേഷം ധരിച്ച്
അഹല്യാദേവിയുടെ അടുത്തേക്ക് പോകുന്നു. ഇന്ദ്രന്റെയും സൂര്യന്റെയും തേജസ് അഹല്യാദേവിയിൽ പ്രവേശിക്കുന്നു. അവൾ 2 ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകുന്നു. ആ ഇരട്ടക്കുട്ടികൾക്ക് വാലി സുഗ്രീവൻ എന്ന് പേരിടുന്നു. കുറച്ചു കാലത്തിന് ശേഷം ഗൗതം മഹർഷി വീട്ടിലെത്തി നോക്കുമ്പോൾ 2 ആൺകുട്ടികൾ ജനിച്ചിരിക്കുന്നു. അഹല്യ ഇവർ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ നമ്മുടെ കുട്ടികളാണ് സ്വാമി എന്ന് അഹല്യ പറയുന്നു. ഗൗതം മഹർഷി തന്നിലൂടെയാണ് ഈ 2 കുട്ടികൾ ജനിച്ചതെന്ന് അറിഞ്ഞ് സന്തോഷിക്കുന്നു. ഒരു ദിവസം ഗൗതമൻ ചെറിയ കുട്ടികളായ വാലിയെയും സുഗ്രീവനെയും തോളിലെടുത്ത് അഞ്ജനാദേവിയെ നടത്തിച്ച് നദിയിൽ കുളിക്കാൻ പോകുന്നു. അപ്പോൾ അഞ്ജനാദേവി, അച്ഛാ, എന്റെ കാലുകൾ പൊള്ളുന്നു, എന്നെയും എടുക്കാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗൗതം മഹർഷി, മോളെ, നീ ഒരു പെൺകുട്ടിയാണ്, എന്നെങ്കിലും ഒരു വീട്ടിലേക്ക് പോകേണ്ടവളാണ്. ഇവർ എന്റെ വംശത്തെ നിലനിർത്തുന്നവരാണ്, എന്റെ പിൻഗാമികളാണ് എന്ന് പറയുന്നു. അപ്പോൾ അഞ്ജനാദേവിക്ക് ദേഷ്യം വന്ന്, അതെ അച്ഛാ, നിനക്ക് ജനിച്ച മകളെ നടത്തുന്നു, മറ്റാർക്കോ ജനിച്ച് മക്കളെ തോളിൽ ചുമക്കുന്നു എന്ന് പറയുന്നു. ആ വാക്കുകൾ കേട്ട് ഗൗതം മഹർഷി ആശ്ചര്യത്തോടെ, അഞ്ജന, നീ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല അച്ഛാ എന്ന് അഞ്ജന വായ കൈകൊണ്ട് മൂടുന്നു. അപ്പോൾ ഗൗതം മഹർഷി യോഗദൃഷ്ടിയോടെ നോക്കി നടന്നതെല്ലാം മനസ്സിലാക്കി ആ 2 ആൺകുട്ടികളെയും വെള്ളത്തിലേക്ക് എറിയുന്നു. ഇവർ എനിക്ക് ജനിച്ചവരാണെങ്കിൽ സാധാരണ രൂപത്തിൽ എന്റെ അടുക്കലേക്ക് വീണ്ടും വരും. ഇവർ എനിക്ക് ജനിക്കാത്തവരാണെങ്കിൽ കുരങ്ങുകളായി മാറിക്കാട്ടിൽ അലഞ്ഞുതിരിയട്ടെ എന്ന് പറഞ്ഞുടൻ വാലിയും സുഗ്രീവനും 2 കുരങ്ങുകളായി മാറിക്കാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഗൗതമൻ അഞ്ജനാദേവിയെ എടുത്ത് എന്നോട് ക്ഷമിക്കൂ മോളെ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവരെ കണ്ട അഹല്യാദേവി, സ്വാമി, വാലിയും സുഗ്രീവനും എവിടെ? അഞ്ജനാദേവിയെ മാത്രമാണല്ലോ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗൗതമൻ, അഹല്യ, നീ എത്ര ദ്രോഹമാണ് ചെയ്തത്. ദേവേന്ദ്രനും സൂര്യനും എന്റെ രൂപത്തിൽ വന്ന് നിന്നെ പ്രാപിച്ചപ്പോൾ അത് ഞാനല്ലെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. അഹല്യാദേവി ഒന്നും പറയാതെ തലകുനിച്ച് നിൽക്കുന്നു. അപ്പോൾ ഗൗതമൻ, പാപാത്മാവെ, നീ കഠിനമായ പാറയായി മാറട്ടെ എന്ന് ശപിക്കുന്നു. അപ്പോൾ അഹല്യാദേവി പൊട്ടിക്കരഞ്ഞ്, സ്വാമി, എനിക്ക് ശാപമോചനം പറഞ്ഞു തരൂ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗൗതമൻ, മഹാവിഷ്ണു രാമാവതാരത്തിൽ വന്ന് തന്റെ പാദം തട്ടുമ്പോൾ നിനക്ക് ശാപമോചനം ലഭിക്കും എന്ന് പറയുന്നു. പിന്നീട് അഹല്യാദേവി തന്റെ മകളോട്, അഞ്ജന മോളെ, അറിയാതെ തെറ്റ് ചെയ്താൽ അത് മറച്ചുവെക്കാതെ നിന്റെ അച്ഛനോട് പറയുമോ? ഏത് കണ്ണുകളിലൂടെയാണോ നീ ദേവേന്ദ്രനും സൂര്യനും വീട്ടിലേക്ക് വരുന്നത് കണ്ടത്? ആ കണ്ണുകളില്ലാതെ നീ അന്ധയായി പോകട്ടെ. അത് മാത്രമല്ല, എന്റെ വയറ്റിൽ ജനിച്ച കുട്ടികൾ കുരങ്ങുകളായിപ്പോയതുകൊണ്ട് നിന്റെ വയറ്റിലും ഒരു കുരങ്ങ് ജനിക്കും എന്ന് ശാപം നൽകുന്നു. അതിനുശേഷം അഹല്യാദേവി കല്ലായി മാറും. അമ്മയുടെ ശാപം കാരണം അഞ്ജനാദേവിക്ക് കാഴ്ച നഷ്ടപ്പെടും. അവൾ ഉറക്കെ കരയും. അപ്പോൾ ഗൗതമൻ അഞ്ജനാദേവിയോട് പറയും, അമ്മേ, നിന്റെ അമ്മ ശപിച്ചെന്ന് കരുതി നീ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് അഞ്ജനാദേവിയെ കൂട്ടിക്കൊണ്ടുപോയി കേസരി എന്ന വാനര രാജാവിന് വിവാഹം കഴിച്ചുകൊടുത്ത് ഗൗതമൻ തപോഭൂമിയിലേക്ക് പോകും. അഞ്ജനയും കേസരിയും ദമ്പതികളായി സന്തോഷത്തോടെ ജീവിക്കും. അഞ്ജനയ്ക്ക് കണ്ണില്ലായിരുന്നിട്ടും കേസരി അവളെ നന്നായി നോക്കും. കുറച്ചു കാലത്തിനു ശേഷം കൈലാസത്തിലെ പാർവതി പരമേശ്വരന്മാർ ഭൂലോകത്തിൽ വിഹരിക്കാൻ വരും. അപ്പോൾ മരങ്ങളിൽ ചില കുരങ്ങുകൾ സന്തോഷത്തോടെ കളിക്കുന്നത് കണ്ട് പാർവതീദേവി ശിവനോട് പറയും, സ്വാമിയാ, കുരങ്ങുകൾ എത്ര സ്വതന്ത്രമായി കളിക്കുന്നുവെന്ന് നോക്കൂ. നമ്മളും ആ കുരങ്ങുകളെപ്പോലെ രൂപങ്ങൾ ധരിച്ച് സന്തോഷത്തോടെ സമയം ചെഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. ശിവൻ അതിന് സമ്മതിച്ച് ഒരു ആൺകുരങ്ങിന്റെ രൂപം ധരിക്കും. പാർവതീദേവി ഒരു പെൺകുരങ്ങിന്റെ രൂപം ധരിക്കും. ഇരുവരും കുരങ്ങുകളുടെ രൂപങ്ങൾ ധരിച്ച് ഒരു മാവിൻ മരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരമേശ്വരന്റെ ശുക്ലം തെറിച്ച് മാമ്പഴത്തിൽ വീഴും. പിന്നീട് ശിവപാർവതിമാർ ഇരുവരും അവരുടെ യഥാർത്ഥ രൂപങ്ങൾ ധരിച്ച് കൈലാസത്തിലേക്ക് പോകും. പരമേശ്വരന്റെ ശുക്ലം വീണ മാമ്പഴം തിളങ്ങിക്കൊണ്ടിരിക്കും. ശിവന്റെ ശുക്ലം പാഴാകരുതെന്ന് വായുദേവൻ ആ മാമ്പഴം എടുത്ത് അഞ്ജനാദേവി തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കയ്യിൽ വെച്ചു പോകും. അഞ്ജനാദേവിയാ പഴം ശിവൻ നൽകിയതാണെന്ന് കരുതി കഴിക്കും. അവൾക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് മാമ്പഴം എങ്ങനെയുണ്ടെന്ന് നോക്കാതെ കഴിക്കും. ഉടൻ തന്നെ അവളുടെ ഗർഭത്തിൽ ഒരു ശിശു രൂപം കൊള്ളും. ശിവൻ കുരങ്ങിന്റെ രൂപത്തിലായിരുന്നപ്പോൾ ഉദ്ഭവിച്ച് ശുക്ലമായതുകൊണ്ട് ശിശുവും കുരങ്ങിന്റെ രൂപം പ്രാപിച്ചു. അങ്ങനെ രുദ്രാശംഭൂതനായ ആഞ്ജനയെ സ്വാമി അഞ്ജനാദേവിയുടെ ഗർഭത്തിൽ വളർന്നുകൊണ്ടിരുന്നു. ആ ശിശു അഞ്ജനാദേവിയോട് സംസാരിക്കും. അമ്മേ, ഞാൻ നിന്റെ വയറ്റിലുള്ള ശിശുവാണ്. ഞാൻ യജ്ഞോപവീതത്തോടെ ജനിക്കുന്നു, ചുവന്ന് കൗബീനത്തോടെ ജനിക്കുന്നു,
രാമനാമം ജപിച്ചുകൊണ്ട് ജനിക്കുന്നു. നിന്റെ പുറം പിളർന്ന് ജനിക്കുന്നു അമ്മേ. പക്ഷേ നിനക്ക് ഒരു ആപത്തും ഉണ്ടാകില്ല എന്ന് പറയും. അങ്ങനെ ആഞ്ജനേയ സ്വാമി പുറം പിളർന്നു പുറത്തുവരും. അഞ്ജനാദേവിക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് അവൾ തന്റെ കുഞ്ഞിനെ എടുക്കും. തന്റെ അമ്മയുടെ ശാപം ഫലിച്ചോ ഇല്ലയോ എന്ന് കുഞ്ഞിനെ തടവി നോക്കും. കുഞ്ഞിന് വാലുണ്ടായിരുന്നു. തനിക്ക് ഒരു കുരങ്ങൻ ജനിച്ചതിൽ അമ്മ ശപിക്കപ്പെട്ടുവെന്ന് ദുഃഖിക്കുന്നു. അപ്പോൾ ഹനുമാൻ തന്റെ അമ്മയോട് ചോദിക്കുന്നു, അമ്മേ എന്തിനാണ് ദുഃഖിക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നു, ഓ സുന്ദര, നീ കുരങ്ങന്റെ രൂപത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ കരയുകയാണ്. ഹനുമാന് അമ്മ ആദ്യം നൽകിയ പേര് സുന്ദരൻ എന്നായിരുന്നു. അപ്പോൾ ആഞ്ജനേയ സ്വാമി അമ്മയോട് പറയുന്നു, നീ വിഷമിക്കരുത്, ഞാൻ നിനക്ക് നല്ല പേരും പ്രശസ്തിയും കൊണ്ടുവരും. എന്നെ എല്ലാവരും ആഞ്ജനേയ പുത്രൻ എന്നും ആഞ്ജനേയൻ എന്നും വിളിക്കും. വായുദേവൻ പളം നൽകിയതുകൊണ്ട് ഞാൻ ജനിച്ചതുകൊണ്ട് വായുപുത്രൻ എന്നും കേസരി നന്ദനൻ എന്നും എന്നെ എല്ലാവരും വിളിക്കുമെന്ന് പറയുന്നു. ഹനുമാൻ ജനിച്ചതിനു ശേഷം അഞ്ജനാദേവിയുടെ അന്ധതയും മാറുന്നു. അവൾ തന്റെ മകനെ വളരെ സ്നേഹത്തോടെ വളർത്തുന്നു. ഇങ്ങനെ ഹനുമാൻ ജനിച്ച ദിവസമാണ് ഹനുമാൻ ജയന്തി. അങ്ങനെ അഞ്ജനാദേവിയുടെ വരപ്രസാദിയായ ഹനുമാൻ ശുക്ലപക്ഷ ചന്ദ്രനെപ്പോലെ ദിവസവും വളർന്ന് ഒരു ദിവസം ഉദിച്ചുയരുന്ന സൂര്യനെ കണ്ട് അതൊരു കഴിക്കുന്ന പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ കഴിക്കാൻ ആകാശമാർഗത്തിലൂടെ പുറപ്പെട്ടു. അത് കണ്ട ഇന്ദ്രൻ അവന്റെ നേർക്ക് തന്റെ വജ്രായുധം എറിയുന്നു. അതിന്റെ ആഘാതത്താൽ ഹനുമാൻ ഒരു കുന്നിൻ മുകളിൽ വീണ് പ്രാണൻ വെടിയുന്നു. അത് അറിഞ്ഞ വായുദേവൻ ഹനുമാനെ ജീവിപ്പിക്കാൻ ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോകുന്നു. അതോടുകൂടി 3 ലോകങ്ങളിലും കാറ്റ് സ്തംഭിച്ചു പോകുന്നു. വായുദേവനെ തേടി ബ്രഹ്മാദി ദേവന്മാരെല്ലാം ഗുഹയുടെ അടുത്തേക്ക് എത്തുന്നു. ബ്രഹ്മാവ് വായുദേവനെ ആശ്വസിപ്പിച്ച് ഹനുമാനെ ജീവിപ്പിക്കുന്നു. പിന്നീട് പരമേശ്വരൻ ചിരഞ്ജീവിയായി ജീവിക്കുമെന്ന് ആശീർവദിക്കുന്നു. മറ്റെല്ലാ ദേവന്മാരും അങ്ങനെ ഒരു വരം നൽകി അനുഗ്രഹിക്കുന്നു. തന്റെ പുത്രൻ തുല്യനായ ഹനുമാൻ ജീവിച്ചതുകൊണ്ട് വായുദേവൻ വീണ്ടും ലോകസഞ്ചാരം ചെയ്യാൻ തുടങ്ങി. ഹനുമാൻ എന്നാൽ താടിയെല്ല്. അദ്ദേഹത്തിന്റെ ഇടതു താടിയെല്ലിന് പരിക്ക് പറ്റിയതുകൊണ്ട് ആ കുട്ടി ഹനുമാൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അങ്ങനെ ഹനുമാൻ സർവശക്തി സമ്പന്നനായി ചിരഞ്ജീവിയായി ജീവിച്ചു. തന്റെ കുസൃതികൾ കൊണ്ട് ഋഷിമാരെയും മുനിമാരെയും കളിയാക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അവർ കോപിച്ച് ഇന്നുമുതൽ നിന്റെ ശക്തി എന്താണെന്ന് നിനക്ക് അറിയാതെ പോകട്ടെ, അതും നിന്റെ ശക്തി എന്താണെന്ന് നിനക്ക് ഓർമ്മിപ്പിച്ചാൽ അല്ലാതെ നിനക്ക് അറിയാതെ പോകട്ടെ എന്ന് ശപിക്കുന്നു. പിന്നീട് അഞ്ജനാദേവി ദമ്പതികൾ ഹനുമാനെ സൂര്യന്റെ അടുത്തേക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ അയക്കുന്നു. സൂര്യ ഭഗവാന്റെ അടുത്ത് എല്ലാ വിദ്യകളും അഭ്യസിച്ച് ഏകാഗ്രതയോടെ കുറഞ്ഞ കാലം കൊണ്ട് എല്ലാ വിദ്യകളും പഠിച്ചു. അതിൻ സൂര്യഭഗവാൻ ഗുരുദക്ഷിണയായി നീ സുഗ്രീവനെ ബാലിയുടെ പിടിയിൽ നിന്ന് എപ്പോഴും രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഹനുമാൻ സൂര്യഭഗവാന്റെ ആഗ്രഹം അനുസരിച്ച് സുഗ്രീവന്റെ ഉറ്റമിത്രമായും മന്ത്രിയായും നിന്ന് വിവിധ സേവനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ത്രിപുരാസുര സംഹാര സമയത്ത് വിഷ്ണു പരമശിവനെ സഹായിച്ചു. അതിൻ പ്രതിഫലമായി രാമാവതാരത്തിൽ ലോക് രക്ഷാർത്ഥം ശ്രീരാമനെ സഹായിക്കാൻ മഹാശിവൻ ആഞ്ജനേയ സ്വാമിയുടെ അവതാരം ധരിച്ച് രാവണ സംഹാരത്തിന് സഹായിച്ചു എന്ന് പുരാണങ്ങൾ പറയുന്നു. ഒരു തവണ മഹാശിവൻ ആഞ്ജനേയ സ്വാമിയുടെ ജനൻ വൃത്താന്തം പാർവതീദേവിയോട് പറയുമ്പോൾ ഹനുമാന്റെ അവതാരം തന്റെ 11ാമത്തെ അവതാരമാണെന്ന് പാർവതീദേവിയോട് പറയുന്നു. നമ്മൾ ഹനുമാൻ ജയന്തി 2 തവണ ആഘോഷിക്കുന്നു. ഒന്ന് ചൈത്ര പൗർണമി നാളിലും രണ്ടാമത്തേത് വൈശാഖ ബഹുള ദശമി നാളിലും. കാരണം ഹനുമാൻ 2 തവണ ജനിച്ചു. ഹനുമാൻ തന്റെ അമ്മ അഞ്ജനയുടെ ഗർഭത്തിൽ നിന്ന് ആദ്യമായി ജനിച്ചു. പിന്നീട് സൂര്യനെ വിഴുങ്ങാൻ പോയപ്പോൾ ഇന്ദ്രൻ അടിച്ചപ്പോൾ ഹനുമാൻ മരിക്കുകയും വീണ്ടും ജനിക്കുകയും ചെയ്തു. ഇങ്ങനെ 2 തവണ ഹനുമാൻ ജനിച്ചതുകൊണ്ട് 2 തവണ ഹനുമാൻ ജയന്തി ആഘോഷിക്കുന്നു. ചൈത്ര പൗർണമി ദിവസം ചെറിയ ഹനുമാൻ ജയന്തിയായി ആഘോഷിക്കുന്നു. വൈശാഖ ദശമി നാളിൽ വലിയ ഹനുമാൻ ജയന്തിയായി ആഘോഷിക്കുന്നു. ഇന്ന് ഹനുമാന്റെ വിവാഹ കഥ കേട്ടാൽ മാത്രം മതി, എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാതാകും, അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും, ദാരിദ്ര്യം മാറും. ഹനുമാൻ എത്ര ശക്തനായ ദൈവമാണെന്ന് ഭക്തർക്ക് നന്നായി അറിയാം. അദ്ദേഹത്തെ പൂജിച്ചാൽ ദുഷ്ടശക്തികളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. എന്നാൽ ആഞ്ജനേയ സ്വാമി ബ്രഹ്മചാരിയാണെന്നും എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ലെന്നും ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായി കഴിഞ്ഞുവെന്നും ചിലർ കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആഞ്ജനേയ സ്വാമിക്ക് വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സുവർച്ചൽ. ഒരിക്കൽ സൂര്യദേവൻ വിശ്വകർമാവിന്റെ മകളായ സംജനാദേവിയെ വിവാഹം കഴിച്ചു. എന്നാൽ സംജനാദേവിക്ക് സൂര്യന്റെ ചൂട് സഹിക്കാനുള്ള ശക്തിയില്ലായിരുന്നു. കിന്നരയായ
സഞ്ജനാദേവി തന്റെ ദുരിതങ്ങൾ അമ്മയോട് പറയുന്നു. മകളുടെ പ്രശ്നം മനസ്സിലാക്കിയ അമ്മ വിശ്വകർമാവിനോട് കാര്യം വിശദീകരിക്കുന്നു. വിശ്വകർമാവ് സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന് കുറച്ച് എടുക്കുന്നു. സൂര്യനിൽ നിന്ന് പുറത്തുവന്ന ആ പ്രകാശം ഒരു സുന്ദരിയായ കന്യകയായി മാറുന്നു. അവളുടെ രൂപസൗന്ദര്യം കണ്ട് ദേവന്മാർ പോലും ഭ്രമിച്ചു പോകുന്നു. എന്താണ് കാര്യമെന്ന് അറിയാൻ ഇന്ദ്രൻ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന ആ കന്യക ആരാണെന്ന് ചോദിക്കുന്നു. ഇന്ദ്രന്റെ ഉദ്ദേശ്യം മനസ്സിലാക്കിയ ബ്രഹ്മാവ് അവൾക്ക് ഭർത്താവാകാൻ ശിവന്റെ അംശമായ ഹനുമാൻ അല്ലാതെ മറ്റൊരാൾ ഇല്ലെന്ന് പറയുന്നു. ബാലഹനുമാൻ അമ്മ അഞ്ജനാദേവിയുടെ അടുത്ത് ഓമനയായി വളർന്ന് അവളുടെ അനുവാദത്തോടെ സൂര്യന്റെ അടുത്ത് വിദ്യാഭ്യാസം ചെയ്യുന്നു. ഹനുമാൻ സൂര്യെ ഭഗവാനെ ഗുരുവാക്കി അദ്ദേഹത്തിൽ നിന്ന് അനേകം വിദ്യകൾ അഭ്യസിക്കുന്നു. എന്നാൽ വ്യാകരണങ്ങൾ എന്ന വിദ്യ മാത്രം ഹനുമാൻ പഠിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ വിദ്യ പഠിക്കണമെങ്കിൽ തീർച്ചയായും വിവാഹിതനായിരിക്കണം. ഇതോടെ ഹനുമാൻ എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട സൂര്യൻ തന്റെ മകളായ സുവർച്ചയെ വിവാഹം കഴിക്കാൻ ഹനുമാനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ബ്രഹ്മചാരിയായി തുടരാനുള്ള തന്റെ ആഗ്രഹത്തിന് അത് തടസ്സമാകുമെന്ന് പറഞ്ഞ് ഹനുമാൻ വിവാഹത്തിന് വിസമ്മതിക്കുന്നു. എന്നാൽ ഗുരുദക്ഷിണയായിട്ടെങ്കിലും സുവർച്ചയെ വിവാഹം കഴിക്കാൻ സൂര്യൻ ആവശ്യപ്പെടുന്നു. അതിനും ഹനുമാൻ സമ്മതിക്കുന്നില്ല. ഒടുവിൽ സൂര്യൻ പറയുന്നു, നീ വിവാഹം കഴിച്ചാലും ബ്രഹ്മചാരിയായി തന്നെ കീർത്തിക്കപ്പെടും. ഈ വിവാഹം ലോകക്ഷേമത്തിന് വേണ്ടിയാണ്. നീ ഗൃഹസ്ഥനായി തുടരാനല്ല. വിവാഹം കഴിച്ചാൽ ആ വിദ്യ അഭ്യസിക്കാമെന്നും ലോകക്ഷേമം ഉണ്ടാകുമെന്നും പറയുന്നു. ഇതോടെ ഹനുമാൻ വിവാഹത്തിന് സമ്മതിക്കുന്നു. വിവാഹം കഴിഞ്ഞയുടൻ സുവർച്ച ഒന്നും മിണ്ടാതെ തപസ്സിനായി പോകുന്നു. അതിനുശേഷം അവളെ കാണാതാകുന്നു. സുവർച്ചാദേവി പരമസാധ്വിയാണ്. തന്റെ ജന്മം എന്തിനാണെന്ന് അവൾ മനസ്സിലാക്കി വിവാഹം കഴിഞ്ഞയുടൻ തപസ്സിലേക്ക് പോകുന്നത് സാധാരണ കാര്യമല്ല. അതുകൊണ്ടാണ് അവളെ മഹാസാധ്വി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഹനുമാൻ വിവാഹം കഴിച്ച ആ വിദ്യ അഭ്യസിച്ച് സകല ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യം നേടുന്നു. ഇതാണ് ഹനുമാന്റെ വിവാഹത്തിന് പിന്നിലുള്ള യഥാർത്ഥ കഥ. ഇതിനെക്കുറിച്ച് മഹർഷി പരാശരൻ എഴുതി പരാശർ സംഹിതയിൽ പറയുന്നുണ്ട്. ഹനുമാനും അദ്ദേഹത്തിന്റെ ഭാര്യ സുവർച്ചയും വിഗ്രഹരൂപത്തിൽ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രവുമുണ്ട്. അത് മറ്റെവിടെയുമല്ല, നമ്മുടെ തെലങ്കാന സംസ്ഥാനത്ത് ഹൈദരാബാദ് നഗരത്തിൽ നിന്ന് 220 കിലോമീറ്റർ അകലെയുള്ള ഇലന്തുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. ഇവിടെ സുവാർച്ചല ദേവിയെ ആരാധിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മറ്റൊരു കഥയനുസരിച്ച് ഹനുമാൻ സീതാദേവിയെ കണ്ടെത്തി രാമനെ വിവരമറിയിക്കുന്നു. രാവണന്റെ തടവറയിലാണ് സീതയെന്ന് വ്യക്തമായതിനു ശേഷം ലങ്കയിലെത്താൻ കടലിൽ ഒരു പാലം നിർമ്മിക്കാൻ രാമൻ ആജ്ഞാപിക്കുന്നു. രാമന്റെ ആജ്ഞപ്രകാരം വാനരന്മാർ കടലിൽ കല്ലുകൾ ഇടാൻ തുടങ്ങി. എന്നാൽ രാത്രിയിടുന്ന കല്ലുകൾ രാവിലെയാകുമ്പോഴേക്കും കാണാതാകുന്നത് വിചിത്രമായിരുന്നു. അതോടെ വാനരന്മാർ ഈ വിവരം ഹനുമാനെ അറിയിച്ചു. കല്ലുകൾ അപ്രത്യക്ഷമാകുന്നതിന് പിന്നിലെ രഹസ്യം കണ്ടെത്താൻ ഹനുമാൻ പുറപ്പെട്ടു. അങ്ങനെ കടലിലൂടെ നീന്തി 4 ഭാഗവും നിരീക്ഷിച്ച ആഞ്ജനേയൻ ഒരു മത്സ്യകന്യകമാരുടെ കൂട്ടത്തെ കണ്ടു. അവരെല്ലാം കല്ലുകൾ എടുത്തുമാറ്റുന്ന ഒരു നേതാവിനെ കണ്ടുമുട്ടി. സ്വർണവർണ്ണത്തിൽ തിളങ്ങുന്ന ആ മത്സ്യകന്യകയെ പിന്തുടരാൻ വായുപുത്രൻ നടത്തിയ ശ്രമങ്ങളെല്ലാം വിഫലമായി. എന്നാൽ പതിയെ ആ മത്സ്യകന്യക ഹനുമാനെ കണ്ട് മോഹിച്ചു. അവൾ തന്നെ ഹനുമാന്റെ അടുത്തേക്ക് എത്തി. തന്റെ അടുത്തേക്ക് വന്ന മത്സ്യകന്യകയെ കണ്ട ഹനുമാൻ അവൾ കല്ലുകൾ അപ്രത്യക്ഷമാക്കിയതിന് പിന്നിലെ കാരണം ചോദിച്ചു. താൻ രാവണന്റെ മകളാണെന്നും അദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരം ഈ പാലം നിർമ്മിക്കാനുള്ള ശ്രമം തടയാൻ വന്നതാണെന്നും മത്സ്യകന്യക പറയുന്നു. എന്നാൽ രാവണനോട് എന്തിനാണ് യുദ്ധം ചെയ്യുന്നതെന്ന് ഹനുമാൻ വിശദീകരിച്ചപ്പോൾ അവളുടെ മനസ്സ് മാറുന്നു. സീതാദേവിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളെ ഇനി തടയില്ലെന്ന് മത്സ്യകന്യക പറയുന്നു. ആഞ്ജനേയൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഹനുമാന്റെ തേജസ്സിൽ അവൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഹനുമാന്റെ പ്രിയപ്പെട്ടവളായ സുവർണ മത്സ്യത്തെ ഭാഗ്യത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നു. ചൈനയിൽ ചിരിക്കുന്ന ബുദ്ധന്റെ പ്രതിമകൾ സൂക്ഷിക്കുന്നതുപോലെ തായ്ലൻഡിൽ സുവർണ മത്സ്യത്തിന്റെ രൂപം അവരുടെ സംസ്കാരത്തിലും സ്വപ്നങ്ങളിലും ഒരു ഭാഗമായി നിലനിന്നു. മറ്റൊരു കഥയനുസരിച്ച് സീതാദേവിയെ തേടി ആഞ്ജനേയ സ്വാമി ലങ്കയിലേക്ക് പോകുന്നു. അപ്പോൾ രാവണൻ ഹനുമാന്റെ വാലിൽ തീ കൊളുത്തുന്നു. ഹനുമാൻ ആ വാലുകൊണ്ട് ലങ്കയിലെല്ലാം തീ കൊളുത്തി. ഒടുവിൽ ലങ്കയിൽ നിന്ന് രാമന്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ കടലിൽ മുങ്ങി തന്റെ വാലിലെ തീ കെടുത്തുകയും വിശ്രമിക്കുകയും ചെയ്തു. ഹനുമാൻ അങ്ങനെ കടലിൽ മുങ്ങിയപ്പോൾ ഹനുമാന്റെ ശരീരത്തിൽ നിന്ന് ഒരു വെള്ളത്തുള്ളി കടലിലുള്ള മത്സ്യകന്യകയുടെ വായിലേക്ക് പ്രവേശിക്കുന്നു.
ആ വെള്ളത്തുള്ളി കാരണം ആ മത്സ്യകന്യക ഗർഭിണിയാകുന്നു. ഇത് മനസ്സിലാക്കി ഹനുമാൻ തന്റെ അടുത്തേക്ക് ഏതെങ്കിലും മീൻ വരുമെന്ന് കരുതി കടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പാതാള രാജാവായ മൈരാവണന്റെ ഭടന്മാരുടെ വലയിൽ ആ മത്സ്യകന്യക കുടുങ്ങുന്നു. മൈരാവണൻ ഭക്ഷണമായി ആ മത്സ്യകന്യകയെ ഭടന്മാർ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്ത് ആ മത്സ്യകന്യകയുടെ വയർക്കീറി നോക്കിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുന്നു. ആ മത്സ്യകന്യകയുടെ ഗർഭത്തിൽ ഒരു ശിശു ഉണ്ടായിരുന്നു. അത് പകുതി കുരങ്ങനെയും പകുതി മീനിനെയും പോലെയായിരുന്നു. ഇങ്ങനെ 2 രൂപങ്ങളുള്ള ആ ജീവിക്ക് മകരധ്വജൻ എന്ന് പേരിട്ടു. രാജാവ് അവനെ ദ്വാരപാലകനായി നിയമിച്ചു. സീതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ട സമയത്ത് രാവണൻ രാമലക്ഷ്മണന്മാരെ ബന്ധിച്ച് മൈരാവണന്റെ കോട്ടയിൽ തടവിലാക്കുന്നു. ഈ വിവരം അറിഞ്ഞ ആഞ്ജനേയൻ രാമലക്ഷ്മണന്മാരെ രക്ഷിക്കാൻ മൈരാവണപുരത്തേക്ക് എത്തുന്നു. അവിടെ മകരധ്വജനുമായി ഹനുമാൻ ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഈ ക്രമത്തിൽ മകരധ്വജന്റെ ശക്തിയും പരാക്രമങ്ങളും കണ്ട് അത്ഭുതപ്പെട്ട ഹനുമാൻ നീ ആരുടെ പുത്രനാണെന്ന് ചോദിക്കുന്നു. അതിന് മകരധ്വജൻ താൻ ഹനുമാന്റെ പുത്രനാണെന്ന് പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ട് ആഞ്ജനേയൻ താൻ ബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞ് നടന്ന സംഭവം ഓർമ്മിക്കുന്നു. അപ്പോഴാണ് തന്റെ ശുക്ലം ഒരു ജലകന്യകയുടെ വായിലേക്ക് പോയതിലൂടെ മകരധ്വജൻ ജനിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. അപ്പോൾ ഹനുമാൻ തന്റെ മകനെ ആലിംഗനം ചെയ്ത് വളരെ സന്തോഷിക്കുന്നു. പിന്നീട് ഹനുമാൻ മൈരാവണനെ സംഹരിച്ച് രാമലക്ഷ്മണന്മാരെ മോചിപ്പിക്കുക മാത്രമല്ല മകരധ്വജനെ പാതാളത്തിന്റെ അധിപനാക്കുകയും ചെയ്യുന്നു. ഹനുമാന്റെ ഭാര്യയെക്കുറിച്ച് ഇനിയും ധാരാളം കഥകൾ പ്രചാരത്തിലുണ്ട്. ജൈനരുടെ കഥകൾ പ്രകാരം ഹനുമാന് 100-ലധികം ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ രാവണന്റെ സഹോദരി ചന്ദ്രനകയും ഒരാളായിരുന്നു. എന്നാൽ ഭാരതീയരുടെ വിശ്വാസമനുസരിച്ച് സുവർച്ചലാദേവി മാത്രമാണ് ഹനുമാന്റെ ധർമ്മപത്നി. അതും കേവലം ലോക് ക്ഷേമത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ ഹനുമാന്റെ വിവാഹത്തെക്കുറിച്ച് എത്രതരം കഥകൾ പ്രചാരത്തിലുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യത്തിനുള്ള ശക്തി ഈ കഥനങ്ങളിൽ ഒട്ടും കാണുന്നില്ല. ചൈത്ര പൗർണമി ദിവസം സത്യനാരായണ സ്വാമി വ്രതം ചെയ്താലും സത്യനാരായണ വ്രതകഥ കേട്ടാലും കോടി ജന്മങ്ങളുടെ പുണ്യം ലഭിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് സത്യനാരായണ സ്വാമി വ്രതകഥ കേൾക്കാം. പണ്ട് ഉൽക്കാമുഖൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും സത്യസന്ധനുമായിരുന്നു. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോയി അവിടെ ബ്രാഹ്മണർക്ക് ധനം നൽകി അവരെ സന്തോഷിപ്പിച്ച് ദൈവദർശനം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ സൗന്ദര്യവതിയും സദ്ഗുണവതിയുമായിരുന്നു. ആ രാജാവ് ഒരു ദിവസം ധർമ്മപത്നിയോടൊപ്പം ഭദ്രാശിൽ നദിയുടെ തീരത്ത് സത്യനാരായണ വ്രതം ചെയ്യാൻ തുടങ്ങി. ഇതിനിടെ സാധു എന്ന ഒരു വ്യാപാരി തന്റെ കപ്പൽ നിറയെ അളവട്ട് സമ്പത്തും സാധനങ്ങളുമായി തീരത്ത് നിർത്തി വ്രതമനുഷ്ഠിക്കുന്ന രാജാവിന്റെ അടുത്തേക്ക് വന്ന് വിനയത്തോടെ ഇങ്ങനെ ചോദിച്ചു: ഓ രാജാവേ, ഭക്തിയോടെ അങ്ങ് അനുഷ്ഠിക്കുന്ന ആ വ്രതം എന്താണ്? ദയവായി എനിക്ക് വിശദീകരിച്ചു തരണം, അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ്: ഓ സാധു, പുത്രസന്താനത്തിനു വേണ്ടി ഞങ്ങൾ ഈ സത്യനാരായണ സ്വാമിയുടെ വ്രതം അനുഷ്ഠിക്കുകയാണ് എന്ന് പറഞ്ഞു. മഹാരാജാവ് പറഞ്ഞ് വാക്കുകൾ കേട്ട സാധു: ഓ രാജാവേ, എനിക്കും സന്താനമില്ല, എനിക്ക് സന്താനം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ സത്യനാരായണ വ്രതം അനുഷ്ഠിക്കും എന്ന് നേർന്നു. പിന്നീട് സാധു തന്റെ വ്യാപാരം അവസാനിപ്പിച്ച് വീട്ടിലെത്തി ഭാര്യയായ ലീലാവതിയോട് സത്യനാരായണ വ്രതത്തെക്കുറിച്ച് പറഞ്ഞു. സന്താനം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വ്രതം അനുഷ്ഠിക്കും എന്ന് പറഞ്ഞു. ഒരു ദിവസം ലീലാവതി ധർമ്മപരായണയായ ഭർത്താവുമായി സംസാരിച്ചു. തൽഫലമായി ഗർഭിണിയായി 10ാം മാസത്തിൽ സുന്ദരിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ആ പെൺകുട്ടി ശുക്ലപക്ഷത്തിലെ ചന്ദ്രനെ പോലെ അനുദിനം വളർന്നു വന്നു. മാതാപിതാക്കൾ അവൾക്ക് കലാവതി എന്ന് പേരിട്ടു. ഒരിക്കൽ ലീലാവതി ഭർത്താവിനോട് പറഞ്ഞു: നമുക്ക് കുട്ടികളുണ്ടായാൽ സത്യനാരായണ വ്രതം ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ? നമുക്കൊരു മകളുണ്ടായില്ലേ? അതുകൊണ്ട് വ്രതം ചെയ്യൂ. അതിന് ആ വ്യാപാരി ലീലാവതിയോട് പറഞ്ഞു: ലീലാവതി, നമ്മുടെ മകളുടെ വിവാഹസമയത്ത് തീർച്ചയായും വ്രതം ചെയ്യാം. ഭാര്യയെ സമാധാനിപ്പിച്ച് അയാൾ വ്യാപാര ആവശ്യങ്ങൾക്കായി നഗരത്തിലേക്ക് പോയി. അങ്ങനെ കലാവതി മാതാപിതാക്കളുടെ വീട്ടിൽ വളർന്ന് യൗവനത്തിലെത്തി. ഇത് ശ്രദ്ധിച്ച സാധു തന്റെ സഹചരന്മാരുമായി ആലോചിച്ച് വരനെ അന്വേഷിക്കാൻ ഒരു ദൂതനെ അയച്ചു. ആ ദൂതൻ കാഞ്ചന നഗരത്തിൽ പോയി അവിടെ ഒരു നല്ല യോഗ്യനായ വ്യാപാരിയുടെ മകനെ കണ്ട് കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. സുന്ദരനായ ആ വൈശാല്യ ബാലനെ കണ്ട സാധു തന്റെ മകളെ അവൻ വിവാഹം കഴിച്ചുകൊടുത്തു. മകളുടെ വിവാഹാനന്ദത്തിൽ മുഴുകിയ ആ സാധു വിവാഹ ആഘോഷങ്ങളിൽ മുഴുകി സത്യനാരായണ വ്രതം മറന്നുപോയി. അതോടെ സ്വാമിക്ക് കോപം വന്നു. പിന്നീട് കുറച്ചുകാലം കഴിഞ്ഞ് വ്യാപാരത്തിൽ സമർത്ഥനായ സാധു തന്റെ മരുമകനോടൊപ്പം
വ്യാപാര ആവശ്യങ്ങൾക്കായി സമുദ്രതീരത്തുള്ള രത്നസാനുപുരം എന്ന നഗരത്തിലേക്ക് പുറപ്പെട്ടു. ആ നഗരത്തിൽ ചന്ദ്രകേതു എന്ന മഹാരാജാവ് ഭരിച്ചുകൊണ്ടിരുന്നു. കോപിച്ച സത്യനാരായണ സ്വാമി വ്രതപ്രതിജ്ഞ മറന്നുപോയ സാധുവിനെ ശപിക്കാൻ ഒരുങ്ങി. വ്രതം ചെയ്യാമെന്ന് മറന്ന സന്യാസിയെ സ്വാമി വളരെ ക്രൂരവും കഠിനവുമായ ദുഃഖം അവനുണ്ടാകട്ടെ എന്ന് ശപിച്ചു. പാപത്തിന്റെ പ്രഭാവം കാരണം അന്ന് തന്നെ രാജാവിന്റെ ഖജനാവിലേക്ക് ചില കള്ളന്മാർ പ്രവേശിച്ച് ധനം അപഹരിച്ച് രാജഭടന്മാർ പിന്തുടരുമ്പോൾ സന്യാസി വ്യാപാരികൾ ഉണ്ടായിരുന്ന ഭാഗത്തേക്ക് ഓടി. രാജഭടന്മാരെ കണ്ട കള്ളന്മാർ ഭയന്ന് ആ ധനം സന്യാസിയും വ്യാപാരികളും ഉണ്ടായിരുന്നിടത്ത് ഉപേക്ഷിച്ച് ഓടിപ്പോയി. രാജഭടന്മാർ വന്ന് വ്യാപാരികളുടെ അടുത്തിരുന്ന രാജകീയ ധനം കണ്ട് ആ വ്യാപാരികൾ കള്ളന്മാരാണെന്ന് ഉറപ്പിച്ച ശേഷം സന്യാസിയെയും വ്യാപാരികളെയും ബന്ധിച്ച് രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ധനത്തോടൊപ്പം കള്ളന്മാരെയും പിടികൂടി കൊണ്ടുവന്നിട്ടുണ്ട്. വിചാരണ ചെയ്ത് ശിക്ഷിക്കണം എന്ന് സന്തോഷത്തോടെ ഭടന്മാർ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ രാജാവ് വിചാരണ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവരെ തടവറയിൽ അടയ്ക്കാൻ പറഞ്ഞു. അതോടെ ഭടന്മാർ 2 വ്യാപാരികളെയും കാരാഗൃഹത്തിൽ അടച്ചു. ഞങ്ങൾ മോഷണം നടത്തിയിട്ടില്ലെന്ന് വ്യാപാരികൾ എത്ര പറഞ്ഞിട്ടും സത്യദേവന്റെ മായ കാരണം അവരെ ആരും ശ്രദ്ധിച്ചില്ല. അതുകൂടാതെ ചന്ദ്രകേതു മഹാരാജാവ് അവരുടെ കപ്പലുകളിലുണ്ടായിരുന്ന ധനമെല്ലാം തന്റെ ഖജനാവിലേക്ക് മാറ്റി. സത്യദേവന്റെ ശാപം കാരണം വീട്ടിലുണ്ടായിരുന്ന സന്യാസിയുടെ ഭാര്യയും കഷ്ടത്തിലായി. അവരുടെ വീട്ടിലുണ്ടായിരുന്ന ധനധാന്യങ്ങളെല്ലാം കള്ളന്മാർ അപഹരിച്ചു കൊണ്ടുപോയി. വ്യാപാരിയുടെ ഭാര്യ കടുത്ത മനോവേദനയാൽ രോഗിയായി. കഴിക്കാൻ ഭക്ഷണമില്ലാതെ വീടുതോറും നടന്ന് ഭിക്ഷ യാചിച്ച് ജീവിക്കാൻ തുടങ്ങി. മകൾ കലാവതിയും വിശപ്പുകൊണ്ട് വലഞ്ഞ് ഭിക്ഷ യാചിക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അവൾ ഒരു ദിവസം ഒരു ബ്രാഹ്മണന്റെ വീട്ടിലെത്തി. അവിടെ ബ്രാഹ്മണൻ സത്യനാരായണ വ്രതം ചെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാം കേട്ട് കരുണ തോന്നി രക്ഷിക്കണമെന്ന് സ്വാമിയോട് മനസ്സുരുകി പ്രാർത്ഥിച്ചു. പ്രസാദവും സ്വീകരിച്ച് നേരം ഒരുപാട് വൈകിയതിനു ശേഷം വീട്ടിൽ എത്തിച്ചേർന്നു. വൈകിയെത്തിയ കലാവതിയെ കണ്ട് ലീലാവതി സ്നേഹത്തോടെ ഇങ്ങനെ പറഞ്ഞു, മോളെ, ഇത്ര രാത്രി വരെ എവിടെയായിരുന്നു നീ? നിന്റെ മനസ്സിൽ എന്താണുള്ളത് പറയൂ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ കലാവതി, അമ്മേ, ഞാൻ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ സത്യനാരായണ വ്രതം നടക്കുന്നത് കണ്ടുനിന്നു പോയിരുന്നു. അമ്മേ, ആ വ്രതം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരുമെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ലീലാവതി മകളുടെ വാക്കുകൾ കേട്ട് തങ്ങൾ വ്രതം ചെയ്യാൻ മറന്നുപോയല്ലോ എന്ന് ദുഃഖിച്ച് ഉടൻ തന്നെ വ്രതം ചെയ്യാൻ തീരുമാനിച്ചു. വ്യാപാരിയുടെ ഭാര്യയായ ലീലാവതി ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒപ്പം വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി സത്യനാരായണ വ്രതം അനുഷ്ഠിച്ച സ്വാമിയോട്, ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, എന്റെ ഭർത്താവും മരുമകനും സുഖമായി വീട്ടിലെത്താൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ലീലാവതി അനുഷ്ഠിച്ച വ്രതത്തിൽ സത്യദേവൻ സന്തോഷിച്ച ആ രാത്രി ചന്ദ്രകേതു മഹാരാജാവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട്, രാജാവേ, അന്ന് ബന്ധിച്ചവർ 2 പേരും കള്ളന്മാരല്ല, അവർ വ്യാപാരികളാണ്. നാളെ രാവിലെ അവരെ 2 പേരെയും വിട്ടേച്ച് അവരുടെ ധനം അവർക്ക് നൽകി അയക്കുക, അല്ലെങ്കിൽ അങ്ങ് സർവനാശമടയും എന്ന് പറഞ്ഞു. അതോടെ അടുത്ത ദിവസം രാവിലെ രാജാവ് സഭയിൽ തനിക്കുണ്ടായ സ്വപ്നം വിവരിച്ച് ആ വ്യാപാരികളെ വിട്ടേച്ചു കൊണ്ടുവരാൻ ഭടന്മാരോട് ആജ്ഞാപിച്ചു. ഭടന്മാർ അതുപോലെ ചെയ്ത് വ്യാപാരികളെ 2 പേരെയും രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. രാജാവേ, വ്യാപാരികളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ വ്യാപാരികൾ 2 പേരും രാജാവിനെ നമസ്കരിച്ചു കഴിഞ്ഞ് കാര്യങ്ങൾ ഓർത്ത് തങ്ങൾക്കുണ്ടായ കഷ്ടപ്പാടിൽ ദുഃഖിതരായി ഭയവിഹ്വലരായി നിശ്ചലരായി നിന്നു. അപ്പോൾ ആ രാജാവ് വ്യാപാരികളെ നോക്കി, വ്യാപാരി ശ്രേഷ്ഠന്മാരെ, നിങ്ങൾക്ക് ഈ ആപത്ത് ദൈവ നിശ്ചയത്താൽ സംഭവിച്ചതാണ്, ഭയപ്പെടേണ്ട എന്ന് ആശ്വസിപ്പിച്ച് അവരെ ബന്ധനവിമുക്തരാക്കി. അവർക്ക് പുരുഷന്മാർക്ക് അലങ്കാരമായ ക്ഷരകർമാദികൾ ചെയ്യിച്ച് പുതിയ വസ്ത്രങ്ങൾ നൽകി ആദരിച്ച് അവരെ 2 പേരെയും സന്തോഷിപ്പിച്ചു. രാജാവ് ഇനിയും അവരെ പലവിധത്തിൽ ആദരിച്ച് കൈവശപ്പെടുത്തിയ ധനങ്ങൾ ഇരട്ടിയാക്കി നൽകി അവരെ 2 പേരെയും സന്തോഷിപ്പിച്ചു. ചന്ദ്രകേതു മഹാരാജാവ് അവരെ 2 പേരെയും എല്ലാ മര്യാദകളോടും കൂടി ആദരിച്ച് സുഖമായി വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു. വ്യാപാരികൾ പരമാനന്ദ ഭരിതരായി രാജാവിനെ പലവിധത്തിൽ പ്രശംസിച്ച് അനുവാദം വാങ്ങി തങ്ങളുടെ വാസസ്ഥലത്തേക്ക് തിരിച്ചു. വ്യാപാരികൾ 2 പേരും ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾ നൽകി തീർത്ഥയാത്രകൾ ചെയ്ത് സ്വന്തം നഗരങ്ങളിലേക്ക് പുറപ്പെട്ടു. കടലിലൂടെ അവർ അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്തു. സത്യദേവൻ അവരെ വീണ്ടും പരീക്ഷിക്കണമെന്ന് തോന്നി. ഉടൻ തന്നെ ഒരു സന്യാസിയുടെ രൂപം ധരിച്ച് അവരുടെ അടുത്തെത്തി, മക്കളെ, നിങ്ങളുടെ വഞ്ചിയിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചു. അഹങ്കാരത്തോടെ ആ വൈശ്യർ സന്യാസിയെ നോക്കി പരിഹസിച്ചുകൊണ്ട്, ഞങ്ങളുടെ വഞ്ചിയിൽ
എന്താണുള്ളതെന്ന് നിങ്ങൾക്കെന്തിന്? ഞങ്ങളുടെ ധനം അപഹരിക്കാൻ നോക്കുകയാണോ? വഞ്ചിയിൽ ഇലകളും ചവറുമല്ലാതെ മറ്റൊന്നുമില്ല, പോകൂ പോകൂ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം ആ സന്യാസി നദീതീരത്ത് കുറച്ചകലെ മാറി നിന്ന് കാഴ്ചകൾ കാണാൻ തുടങ്ങി. സന്യാസി അങ്ങനെ പോയപ്പോൾ സാധു പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചു വന്ന് വഞ്ചിയിലേക്ക് നോക്കി ആശ്ചര്യപ്പെട്ട് സ്തബ്ധനായി പോയി. ദുഃഖത്തോടെ ബോധരഹിതനായി. ബോധം വന്നതിനുശേഷം തങ്ങളുടെ ധനധാന്യ സമ്പത്തുകളെല്ലാം എവിടെ പോയെന്ന് വിലപിക്കാൻ തുടങ്ങി. അപ്പോൾ മരുമകൻ അമ്മാവനെ നോക്കി, അമ്മാവ കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? സാധുവും ഗുണവാനുമായ സന്യാസിയെ പരിഹസിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ദുരവസ്ഥ വന്നത്. സന്യാസിയുടെ കോപം കാരണമാണ് സർവസ്വവും നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തോട് തന്നെ അപേക്ഷിക്കാം, അദ്ദേഹത്തോട് തന്നെ ശരണം തേടാം. നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കും, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകും എന്ന് പറഞ്ഞു. മരുമകന്റെ വാക്കുകൾ കേട്ട സാധു ഓടിപ്പോയി ആ സന്യാസിയുടെ അടുത്തെത്തി മനസ്സറിഞ്ഞ് നമസ്കരിച്ചു. വിനയത്തോടെ, സ്വാമി, ഞാൻ അറിവില്ലായ്മ കൊണ്ട് അങ്ങയെ പരിഹസിച്ചു. എന്റെ തെറ്റ് ക്ഷമിക്കണം, ക്ഷമിച്ച് ഞങ്ങളോട് ദയ കാണിക്കണം എന്ന് പലവിധത്തിൽ പ്രാർത്ഥിച്ചു. ബോരിനി പുറത്താക്കി. അപ്പോൾ ആ സന്യാസി പറഞ്ഞു, ഓ, എന്റെ വ്രതം ചെയ്യുമെന്ന് പറഞ്ഞ് മറന്നുപോകുന്നത് ശരിയാണോ? ദുഷ്ട ബുദ്ധിയോടെയുള്ള നിനക്ക് കണ്ണ് തുറക്കാൻ കഴിയണമെന്ന് കരുതിയാണ് ഞാൻ ശാപം നൽകിയത്. എന്റെ ശാപം കൊണ്ടാണ് നിനക്ക് ഈ ദുരവസ്ഥ സംഭവിച്ചത്. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? അപ്പോൾ സാധു സ്വാമി പുണ്ടരീകാക്ഷനോട് പറഞ്ഞു, ലോകം മുഴുവൻ നിന്റെ മായാമോഹത്തിൽപ്പെട്ട് ഉള്ളുകയാണ്. ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും നിന്റെ മായയെ കാണാൻ കഴിയുന്നില്ല. നിന്നെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. വെറുമൊരു മനുഷ്യനായ ഞാൻ എത്രത്തോളം അച്ഛാ നിന്റെ മായയിൽ കുടുങ്ങിയ സൂക്ഷ്മ അജ്ഞാനിയാണ് ഞാൻ. നിന്റെ അനുഗ്രഹത്തിന് ദൂരമായി തപസ്സു ചെയ്യുന്ന അഭയാർത്ഥിയാണ് ഞാൻ. നിന്നെ ഓർക്കാൻ എനിക്ക് കഴിയുമോ? സ്വാമി, എന്റെ അപരാധം ക്ഷമിക്കണം. ഇനിമേൽ നിന്നെ ഒരിക്കലും മറക്കാതെ പൂജിക്കും. ശരണ, അവരെ രക്ഷിക്കണം. കരുണാസമുദ്രനായ നീ എന്നെ അനുഗ്രഹിക്കണം. എന്റെ ധനം എനിക്ക് തിരികെ നൽകണമെന്ന് പലവിധത്തിൽ പ്രാർത്ഥിച്ചു. സാധുവിന്റെ പ്രാർത്ഥന കേട്ട് സ്വാമി അവന്റെ ആഗ്രഹം നിറവേറ്റി അപ്രത്യക്ഷനായി. അതിനു ശേഷം സാധു തന്റെ വള്ളത്തിനടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അത് മുഴുവൻ ധനരാശികളാൽ നിറഞ്ഞിരിക്കുന്നത് കണ്ട് സന്തോഷിച്ചു. ആ സത്യദേവന്റെ ദയകൊണ്ടാണ് തന്റെ ആഗ്രഹം സഫലമായതെന്ന് കരുതി തന്റെ പരിവാരങ്ങളോടൊപ്പം സ്വാമിയെ പൂജിച്ചു വീട്ടിലേക്ക് യാത്ര തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ സമ്പത്ത് സംരക്ഷിക്കുന്ന മരുമകനോട്, മരുമക, നമ്മൾ നമ്മുടെ രത്നാപുരത്ത് എത്തി എന്ന് പറഞ്ഞ് താൻ വന്ന വിവരം അറിയിക്കാൻ ഒരു ദൂതനെ വീട്ടിലേക്ക് അയച്ചു. ആ ദൂതൻ നഗരത്തിലേക്ക് പോയി ലീലാവതിയോട് പറഞ്ഞു, അമ്മേ നമസ്കാരം, നമ്മുടെ അച്ഛനും മരുമകനും എത്തിയിട്ടുണ്ട്. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒപ്പം അവർ വന്നിട്ടുണ്ട്. ഇപ്പോൾ കപ്പൽ എത്തി എന്ന് വാർത്ത അറിയിച്ചു. അപ്പോൾ ലീലാവതി ദൂതന്റെ വാക്കുകൾ കേട്ട് സന്തോഷിച്ചു. മോളെ കലാപതി, സത്യനാരായണ വ്രതം വേഗം പൂർത്തിയാക്കി വരൂ. അമ്മേ, ഞാൻ എന്റെ അടുത്തേക്ക് പോകുകയാണ്. നിന്റെ അച്ഛനെയും ഭർത്താവിനെയും കാണാൻ വേഗം വരൂ എന്ന് പറഞ്ഞു. അമ്മയുടെ വാക്കുകൾ കേട്ട് കലാവതി തിടുക്കത്തിൽ വ്രതം പൂർത്തിയാക്കി പ്രസാദം കഴിക്കാൻ മറന്ന് ഭർത്താവിനെ കാണാൻ ഓടിപ്പോയി. പ്രസാദം കഴിക്കാത്തതുകൊണ്ട് സത്യദേവൻ കോപിച്ച് ധനം സൂക്ഷിച്ചിരുന്ന് മരുമകനോടൊപ്പം തോണി വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ ഇടയാക്കി. ഇത് കണ്ട് കരയിലുണ്ടായിരുന്നവർ നിലവിളിച്ചു. ലീലാവതിയും കലാവതിയും അതിയായി ദുഃഖിച്ചു. പെട്ടെന്ന് ധോണി മുങ്ങിപ്പോകുന്നത് കണ്ട അമ്മ തലയിലും വായിലും അടിച്ച് കരഞ്ഞുകൊണ്ട് ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, എന്താണിത് മരുമകൻ? ധോണിയോടൊപ്പം എങ്ങനെയാണ് പെട്ടെന്ന് മുങ്ങിപ്പോയത്? ഇതെല്ലാം ദൈവത്തിന്റെ മായല്ലാതെ മറ്റെന്താണ് എന്ന് പറഞ്ഞ് കലാവതി ദുഃഖിക്കാൻ തുടങ്ങി. ഭർത്താവ് മുങ്ങിപ്പോയതുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. തന്റെ കൺമുന്നിൽ ഭർത്താവ് മുങ്ങിപ്പോകുന്നത് കണ്ട് കലാവതി അദ്ദേഹത്തിന്റെ പാദരക്ഷകൾ എടുത്ത് അവയോടൊപ്പം സഹഗമനം ചെയ്യാൻ തയ്യാറായി. ഇതെല്ലാം കണ്ട സാധു ദുഃഖിതനായി. ആലോചിച്ചു, ഇതെല്ലാം സ്വാമിയുടെ മഹത്വമായിരിക്കുമെന്ന് ഊഹിച്ച് തന്നാലാവും വിധം സ്വാമിയെ പൂജിക്കണമെന്ന് കരുതി എല്ലാവരോടൊപ്പം സ്വാമിയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാമി സാധുവിനോട് കരുണ തോന്നി അദൃശ്യ രൂപത്തിൽ നിന്ന് അവനോട് ഇങ്ങനെ പറഞ്ഞു, പോയി നിന്റെ മകൾ ഭർത്താവിനെ കാണാനുള്ള തിടുക്കത്തിൽ എന്റെ പ്രസാദം കഴിക്കാൻ മറന്നുപോയി. അവൾ വീണ്ടും വീട്ടിൽ പോയി പ്രസാദം കഴിച്ചു വന്നാൽ എല്ലാം ശുഭമായിരിക്കുമെന്ന് പറഞ്ഞു. ആകാശവാണി കേട്ട കലാവതി ഉടൻ തന്നെ വീട്ടിൽ പോയി പ്രസാദം വാങ്ങി തെറ്റ് പൊറുക്കണമെന്ന് അപേക്ഷിച്ച് കടൽത്തീരത്തേക്ക് വന്നു. അത്ഭുതകരമായി തന്റെ ഭർത്താവ്
ധോണിയോടൊപ്പം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ട് സന്തോഷിച്ചു. അതോടെ എല്ലാവരും ആനന്ദിച്ചു. അപ്പോൾ കലാവതി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇനി എന്തിനാണ് താമസം, വീട്ടിലേക്ക് പോകാൻ വരൂ. അപ്പോൾ സാധു അവിടെ വെച്ച് എല്ലാവരുമായി ചേർന്ന് സത്യനാരായൺ വ്രതം അനുഷ്ഠിച്ച് വീട്ടിലേക്ക് പോയി. അതിനുശേഷം ആ വൈശ്യൻ തന്റെ ജീവിതകാലം മുഴുവൻ എല്ലാ പൗർണമി തിഥിയിലും രവി സംക്രമണ സമയത്തും സത്യനാരായണ സ്വാമിയുടെ വ്രതം അനുഷ്ഠിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും നേടി ഒടുവിൽ അമരലോകത്തേക്ക് പോയി. അതുപോലെ ഹനുമാൻ ജയന്തി ശനിയാഴ്ചയോടൊപ്പം വരുന്നു എന്നതുകൊണ്ട് ഹനുമാൻ ഭക്തരെ ശനിദേവൻ എന്തുകൊണ്ട് ഒന്നും ചെയ്യില്ല എന്ന് പറയുന്ന കഥ കേട്ടാൽ മതി. ശനി ദോഷങ്ങൾ മാറും, എല്ലാ ഐശ്വര്യങ്ങളും സിദ്ധിക്കും. ജ്യോതിഷ് ശാസ്ത്രത്തിൽ മഹാപണ്ഡിതനായ രാവണൻ മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ ചലനം അവന്റെ ജനനത്തെ സ്വാധീനിക്കുമെന്ന് വിശ്വസിച്ചു. അതിനാൽ തന്റെ മകൻ ജനിക്കുന്ന സമയത്ത് എല്ലാ ഗ്രഹങ്ങളും 11 സ്ഥാനത്ത് നിൽക്കാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. രാവണന്റെ ആജ്ഞപ്രകാരം സൂര്യചന്ദ്രന്മാരുൾപ്പെടെ എല്ലാ ഗ്രഹങ്ങളും 11 സ്ഥാനത്ത് തന്നെ നിന്നു. എന്നാൽ ശനി മാത്രം രാവണന്റെ വാക്ക് വകവെക്കാതെ 12 സ്ഥാനത്ത് നിന്നു. അതോടെ മേഘനാഥൻ ജനിച്ചപ്പോൾ തന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും മേഘനാഥന് വക്രദൃഷ്ടി പതിഞ്ഞെന്നും കോപാകുലനായ രാവണൻ ശനീശ്വരനെ ചങ്ങലകളാൽ ബന്ധിച്ച് ഒരു മൂലയിൽ തള്ളി. അങ്ങനെ ആയിരക്കണക്കിന് വർഷം ശനിദേവൻ ലങ്കയിൽ തടവുകാരനായി കഴിഞ്ഞു. ത്രേതായുഗത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ കൊണ്ടുവന്നപ്പോൾ അവളെ അന്വേഷിച്ച് ഹനുമാൻ പുറപ്പെട്ടു. ലങ്കയിൽ പ്രവേശിച്ച ഹനുമാൻ രാമന്റെ അടയാളമായി തന്റെ കൂടെ കൊണ്ടുവന്ന മോതിരം സീതയ്ക്ക് നൽകി. അതുവരെ ശനീശ്വരൻ ലങ്കയിൽ തടവിലായിരുന്നു. രാവണൻ വാലിൻ തീ കൊളുത്തി ഹനുമാനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതുകൊണ്ട് ലങ്കയെ ദഹിപ്പിച്ചു. അങ്ങനെ ലങ്കയെ ദഹിപ്പിക്കുന്ന സമയത്ത് ഒരു മൂലയിൽ തടവിലായിരുന്നു ശനിദേവനെ കണ്ട ഹനുമാൻ ആരാണെന്ന് ചോദിച്ചു. തന്നെക്കുറിച്ച് പറഞ്ഞ് ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ശനിദേവൻ അപേക്ഷിച്ചു. അപ്പോൾ ഹനുമാൻ തന്റെ ശക്തിയാൽ ശനീശ്വരനെ മോചിപ്പിച്ചു. ബന്ധനത്തിൽ നിന്ന് മോചിതനായ ശനി അവിടെ നിന്ന് പുറത്തുവരുന്നതിന് മുമ്പ് തന്റെ തീവ്രമായ നോട്ടങ്ങളാൽ ലങ്കയിൽ കൂടുതൽ തീ പടർത്തി. തീയിൽ ശനിയും കറുത്തതായി മാറിയതുകൂടാതെ സ്വർണലങ്ക മുഴുവൻ ചാരമായി മാറി. പിന്നീട് ശനിദേവനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതിന് ഹനുമാനോട് നന്ദി പറഞ്ഞ് ഭാവിയിൽ തന്റെ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു. 7 ശനി സമയത്തും ഹനുമാൻ സ്വാമിയെ പൂജിച്ചാൽ ഒരു ശനിയും ഉണ്ടാകില്ലെന്ന് ശനി പ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം ശനി രാവണനെ പിടിച്ച് പീഡിപ്പിക്കുകയും രാവണന്റെ പതനത്തിന് കാരണമാകുകയും ചെയ്തു. ശനിയെ ബന്ധിച്ചതുകൊണ്ടാണ് രാവണന്റെ പതനം സംഭവിച്ചതെന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റൊരു പുരാണ കഥയും പ്രചാരത്തിലുണ്ട്. ഒരിക്കൽ ഹനുമാനും ശനിദസ് വന്നുചേർന്നു. അത് വാനരവീരന്മാരെല്ലാം രാമനു വേണ്ടി സേതു നിർമ്മിക്കുന്ന സമയമായിരുന്നു. ശനി ഹനുമാനു വേണ്ടി രാമേശ്വരം കടൽത്തീരത്ത് എത്തി. അവിടെ എല്ലാ വാനരന്മാരും ചേർന്ന് സേതു നിർമ്മാണത്തിനായി വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്ന് കടലിൽ എറിയുകയായിരുന്നു. ഹനുമാൻ വലിയ പാറക്കല്ലുകൾ എടുത്തു വെക്കുകയായിരുന്നു. ശ്രീരാമൻ ഒരു പാറക്കല്ലിൽ ഇരുന്നുകൊണ്ട് മേൽനോട്ടം വഹിക്കുകയായിരുന്നു. അപ്പോൾ ശനി ആദ്യം രാമന്റെ അടുത്തേക്ക് പോയി, രാമ, എനിക്ക് ഹനുമാനെ പിടികൂടാനുള്ള സമയം വന്നിരിക്കുന്നു. ഇനി ഹനുമാനെ പിടിച്ച് പീഡിപ്പിക്കാൻ ഞാൻ അനുവാദം ചോദിച്ചു. അതിന് രാമൻ പറഞ്ഞു, ശനിദേവ, എന്നോട് എന്തിനാണ് അനുവാദം ചോദിക്കുന്നത്? നിന്റെ കടമ നീ ചെയ്യൂ എന്ന്. അതോടെ ശനി ഹനുമാന്റെ അടുത്തേക്ക് പോയി, ഞാൻ നിന്റെ അടുത്ത് 7.5 വർഷം ഉണ്ടാകും എന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട ഹനുമാൻ, ഞാൻ രാമകാര്യത്തിൽ മുഴുകിയിരിക്കുകയാണ്, ഇപ്പോൾ അത്രയും സമയം കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശനി, ശരി, അങ്ങനെയാണെങ്കിൽ 7.5 വർഷം വേണ്ട, പക്ഷേ തൽക്കാലം 7.5 മാസം ഉണ്ടാകും, ശരിയല്ലേ എന്ന് ചോദിച്ചു. അതിനും ഹനുമാൻ സമ്മതിച്ചില്ല. അപ്പോൾ ശനി, കുറഞ്ഞത് 7.5 ആഴ്ച ഉണ്ടാകും. അങ്ങനെ കാലയളവ് കുറച്ചുകൊണ്ടുവന്നു. എന്നാൽ ഹനുമാൻ രാമനാമം ജപിക്കുന്നത് നിർത്താതെ ഒടുവിൽ 7 ക്ഷണം തന്നെ പിടിക്കാൻ ശനീശ്വരനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ശനീശ്വരൻ നിന്റെ കാലുകളിൽ പ്രവേശിക്കട്ടെയോ എന്ന് ചോദിച്ചു. അതിന് ഹനുമാൻ, വേണ്ട, സേതു കെട്ടാൻ കല്ലുകൾ കൊണ്ടുവരണം, ഓടാനും നടക്കാനും കാലുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശനി, ശരി, നിന്റെ കൈകൾ പിടിക്കട്ടെയോ എന്ന് ചോദിച്ചു. അതിന് ആഞ്ജനേയ സ്വാമി, ആ കല്ലുകൾ കൈകൾ കൊണ്ടല്ലേ ചുമന്ന് കൊണ്ടുവരുന്നത്, കൈകൾ പിടിക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ എന്നെ എന്തു ചെയ്യാനാണ് നീ നിന്റെ തോളുകളിൽ കയറാൻ പറയുകയാണോ എന്ന് ചോദിച്ചു ശനീശ്വരൻ. രാമലക്ഷ്മണന്മാരെ എന്റെ തോളുകളിൽ കയറ്റിക്കൊണ്ടുപോകുകയാണ്, അതുകൊണ്ട് തോളുകളിൽ കയറാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. ഹനുമാൻ, പോട്ടെ, നിന്റെ ഹൃദയത്തിൽ ഇരിക്കാമോ എന്ന് ചോദിച്ചു ശനീശ്വരൻ. ഈ ഹൃദയത്തിൽ മഹാലക്ഷ്മി സ്വരൂപിണിയായ സീതാദേവിയും എന്റെ ദൈവമായ ശ്രീരാമനും അന്തരംഗമായി നിവസിക്കുന്നുണ്ട്.
അവിടെ നിനക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞു. ഹനുമാൻ: അപ്പോൾ ശനി: ശരി, ഒടുവിൽ നിന്റെ ശിരസ് ഒന്നു മാത്രമേ ഒഴിഞ്ഞിരിക്കുന്നുള്ളൂ, അവിടെ ഇരിക്കാം എന്ന്. ശനീശ്വരൻ ഹനുമാന്റെ ശിരസിൽ കയറി ഇരുന്നു. ഹനുമാൻ ഒരു വലിയ പാറക്കല്ല് തന്റെ ശിരസിൽ, അതായത് ശനീശ്വരന്റെ മുകളിൽ വെച്ച് ഓരോ പാറക്കല്ലും കടലിൽ എറിയാൻ തുടങ്ങി. ആ പാറക്കല്ലുകളുടെ ഭാരം താങ്ങാനാവാതെ ശനീശ്വരൻ കണ്ണുതള്ളി മറ്റൊരു വലിയ പാറക്കല്ല് ഹനുമാൻ ശിരസിൽ വെച്ചപ്പോൾ തന്നെ ശനീശ്വരൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ഹനുമാൻ ആ കല്ല് കടലിൽ എറിഞ്ഞ അടുത്ത നിമിഷം തന്നെ ശനീശ്വരൻ ഹനുമാന്റെ ശിരസിൽ നിന്ന് താഴേക്ക് ചാടി. അപ്പോൾ ശനീശ്വരൻ അഥവാ ശനിദേവൻ ഹനുമാനോട് ഇങ്ങനെ പറഞ്ഞു: മാരുതി, നിന്റെ കാരണം എനിക്ക് ശ്രീരാമനെ സേവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. നീ സകല ശക്തികൾക്കും അതീതനായ രാമഭക്തനാണ്. നിന്റെ മുന്നിൽ എന്റെ ശക്തി പോരാ. നിന്നെ എനിക്ക് പിടിക്കാൻ കഴിയില്ല, എന്നെ വിട്ടേക്കൂ. മഹാനുഭാവൻ എന്ന് പറഞ്ഞ് കൈകൂപ്പി ഒറ്റ ഓട്ടം ഓടി ശനീശ്വരൻ. അതുകൊണ്ട് നിർമ്മല ഭക്തിയോടെ നിശ്ചല മനസ്സോടെ ശ്രീരാമനെയും ആഞ്ജനേയ സ്വാമിയെയും പൂജിച്ചാൽ അവരെ ശനീശ്വരൻ 2 നിമിഷം പോലും പിടിക്കാൻ കഴിയില്ല. അതുപോലെ ഇന്ന് ചിത്രഗുപ്തന്റെ ജന്മദിനമായതുകൊണ്ട് ചിത്രഗുപ്തന്റെ കഥ കേട്ടാൽ മാത്രം മതി നിങ്ങളുടെ ദശ മാറിപ്പോകും. ചൈത്ര പൗർണമിയുമായി ബന്ധപ്പെട്ട് ഈ പുരാണ കഥ കേട്ടാൽ മാത്രം മതി ജന്മജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകും, കോടി ജന്മങ്ങളുടെ പുണ്യം ലഭിക്കും. ചൈത്ര പൗർണമി ദിവസം ചിത്രഗുപ്തനെ ആരാധിച്ചാൽ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം പെട്ടെന്ന് നടക്കും. അതുമാത്രമല്ല, അപമൃത്യു ദോഷങ്ങൾ ഇല്ലാതാകും. ജനിച്ചവർ മരിക്കാതിരിക്കില്ല, മരിച്ചവർ തിരിച്ച് ജനിക്കാതിരിക്കില്ല എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സൃഷ്ടിയിൽ ജനിച്ച ഓരോ ജീവിയും ഏതെങ്കിലും ഒരു ദിവസം മരിക്കാതിരിക്കില്ല. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഈ സൃഷ്ടിയിൽ പ്രതിസൃഷ്ടി എന്നത് നിലച്ചുപോകും. നമ്മുടെ മനുഷ്യരുടെ കാര്യത്തിൽ ജനിച്ച ഓരോ മനുഷ്യനും ഏതെങ്കിലും ഒരു ദിവസം തീർച്ചയായും മരിക്കും. ഒരുപക്ഷെ അല്പം മുന്നോട്ടോ പിന്നോട്ടോ ആകാം, എന്നാൽ മരണം ഒഴിവാക്കാനാവില്ല. ഹിന്ദു ധർമ്മശാസ്ത്രമനുസരിച്ച്, പുരാണങ്ങൾ അനുസരിച്ച് മനുഷ്യന്റെ ആയുസ് തീർന്നതിനു ശേഷം യമധർമ്മരാജാവ് വന്ന് അവരുടെ ആത്മാക്കളെ കൊണ്ടുപോകുമെന്നാണ് വിശ്വാസം. അവിടെ ചിത്രഗുപ്തൻ പാപങ്ങൾ കണക്കാക്കുന്നു. ചിത്രഗുപ്തൻ ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് മനുഷ്യരുടെ പാപപുണ്യങ്ങളുടെ കണക്കുകൾ എഴുതുന്നവനാണ്. യമധർമ്മരാജാവ് ആ സ്ഥാനത്ത് ഉണ്ടാകും. മനുഷ്യർ മരിച്ചതിനു ശേഷം അവർക്ക് സ്വർഗമോ നരകമോ എന്ന് ഇദ്ദേഹം തീരുമാനിക്കും. ഇദ്ദേഹം ബ്രഹ്മാവിന്റെ പുത്രനായതുകൊണ്ട് ഹിന്ദു പുരാണങ്ങളിൽ ഇദ്ദേഹത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. ചിത്രഗുപ്തൻ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണെന്ന് പുരാണങ്ങളിൽ പറയുന്നു. ആ പുരാണ കഥയനുസരിച്ച് ബ്രഹ്മാവ് മരിച്ചവരുടെ ലോകം യമൻ ഏൽപ്പിച്ചു. യമൻ തന്റെ അടുത്തേക്ക് വരുന്ന അനേകം ആത്മാക്കളെ നിയന്ത്രിക്കാൻ കഴിയാതെ ചിലപ്പോൾ അവരെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അയക്കുന്നതിൽ തെറ്റുകൾ വരുത്തിയിരുന്നു. ഇത് ശ്രദ്ധിച്ച് ബ്രഹ്മാവ് യമനെ ഈ തെറ്റുകൾ തിരുത്താൻ മുന്നറിയിപ്പ് നൽകി. അതിനെ യമൻ ഓരോ ജീവിയും എടുക്കുന്ന 84 ജന്മങ്ങൾ കാരണം തനിക്ക് ഭാരം കൂടിയെന്നും ഈ ജോലി ഭാരം ബുദ്ധിമുട്ടാണെന്നും അറിയിച്ചു. അതോടെ ബ്രഹ്മാവ് ആ പ്രശ്നം പരിഹരിക്കാൻ കുറെ 1000 വർഷത്തോളം തപസ് ചെയ്തു. അവസാനം കണ്ണു തുറന്നു നോക്കിയപ്പോൾ തനിക്ക് മുന്നിൽ ഒരു വ്യക്തി പേനയും കടലാസും പിടിച്ച് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ചിത്രഗുപ്തൻ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ചു. അദ്ദേഹം യമന്റെ അടുത്ത് പാപപുണ്യങ്ങളുടെ കണക്കുകൾ നോക്കി വളരെ സഹായകരമായിരിക്കും. ഈ ദിവസത്തെ, അതായത് ചൈത്രശുദ്ധ പൗർണമിയെ ചിത്രഗുപ്തൻ സമർപ്പിച്ചു. അതുകൊണ്ട് ഇതിനെ ചിത്ര പൗർണമി എന്നും വിളിക്കാറുണ്ട്. ഇത് ഇങ്ങനെയിരിക്കെ പണ്ട് ഒരു രാജ്യത്ത് രാജാവിന്റെ ഭാര്യയും മന്ത്രിയുടെ ഭാര്യയും വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നു. ഇരുവരും ഒരുമിച്ച് നോമ്പ് നോറ്റിരുന്നു. രാജാവിന്റെ ഭാര്യ മാത്രം ചിത്രഗുപ്തന്റെ നോമ്പ് മറന്നുപോയി. മന്ത്രിയുടെ ഭാര്യയാകട്ടെ മറക്കാതെ നോമ്പ് നോറ്റു. കാലക്രമേണ അവർ രണ്ടുപേരും മരിച്ചു. ചിത്രഗുപ്തൻ മന്ത്രിയുടെ ഭാര്യയ്ക്ക് സ്വർഗവും രാജാവിന്റെ ഭാര്യയ്ക്ക് നരകവും നൽകി. രാജാവിന്റെ ഭാര്യ ചിത്രഗുപ്തനോട് തനിക്ക് നരകം ലഭിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. ഞാനും മന്ത്രിയുടെ ഭാര്യയെപ്പോലെ പല നോമ്പുകളും നോറ്റിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവൾക്ക് സ്വർഗവും എനിക്ക് നരകവും ലഭിച്ചതെന്ന് ചോദിച്ചു. അതിന് ചിത്രഗുപ്തൻ മറുപടി നൽകി, ഓ സുന്ദരി, നീ മന്ത്രിയുടെ ഭാര്യയോടൊപ്പം എല്ലാ നോമ്പുകളും നോട്ടെങ്കിലും ചിത്രഗുപ്തന്റെ നോമ്പ് മറന്നുപോയി. ആ നോമ്പ് മറന്നതിന്റെ ഫലമാണ് നിനക്ക് നരകം ലഭിച്ചത്. അപ്പോൾ അവൾ ചിത്രഗുപ്തനോട് പറഞ്ഞു, നിങ്ങളുടെ വാക്ക് സത്യമാണ്, എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. നിങ്ങൾ എന്നെ അനുഗ്രഹിച്ച് ഭൂമിയിലേക്ക് അയച്ചാൽ ഞാൻ ചിത്രഗുപ്തന്റെ നോമ്പ് നോട്ട് തിരികെ വരാം എന്ന് അപേക്ഷിച്ചു. അതിന് ചിത്രഗുപ്തൻ സമ്മതിച്ച് അവളെ ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയിലെത്തിയ മഹാറാണി ഭക്തിശ്രദ്ധയോടെ ആ നോമ്പ് നോട്ട് ഉടൻ തന്നെ ചിത്രഗുപ്തന്റെ അടുത്തെത്തി.
അപ്പോൾ ചിത്രഗുപ്തൻ പ്രസന്നനായി അവൾക്ക് സ്വർഗലോക പ്രാപ്തി നൽകി. അതുകൊണ്ട് ഭൂമിയിൽ ഓരോരുത്തരും ചിത്രഗുപ്തന്റെ നോമ്പ് തീർച്ചയായും നോൽക്കണം. അതേസമയം ആദ്യം ബ്രഹ്മാവ് മനുഷ്യരാശിയെ സൃഷ്ടിച്ചതിനു ശേഷം മരണമില്ലാത്തതുകൊണ്ട് ജനിച്ചവർ അങ്ങനെ തന്നെ തുടർന്നു. ഭൂമിയുടെ ഭാരം വർദ്ധിക്കുകയും ഭൂമിദേവി കണ്ണീരൊഴുക്കുകയും ചെയ്തു. ബ്രഹ്മാവ് ആ പ്രശ്നം എങ്ങനെ പരിഹരിച്ചുവെന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പണ്ട് പ്രകമ്പനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. തന്റെ മകൻ മരിച്ചതിൽ അദ്ദേഹം വളരെ ദുഃഖിതനായി വിലപിക്കുകയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വിലപിക്കുന്നത് കാണാൻ കഴിയാതെ നാരദൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, രാജാവേ, കരയരുത്. സ്നേഹത്തോടെ വളർത്തിയ ഒരു പിതാവിനും ഇങ്ങനെയൊരു അവസ്ഥ വരരുത്. എന്റെ വാക്കുകൾ ഒരു തവണ ശ്രദ്ധയോടെ കേൾക്കൂ. ആദ്യം ബ്രഹ്മാവ് മനുഷ്യരാശിയെ സൃഷ്ടിച്ചതിനു ശേഷം മരണത്തെ സൃഷ്ടിച്ചില്ല. അപ്പോൾ ജനിച്ചവരെല്ലാം അങ്ങനെ തന്നെ തുടർന്നു. ഇങ്ങനെ ജനിക്കുകയല്ലാതെ മരണമില്ലാത്തതുകൊണ്ട് ഈ ഭൂമിക്ക് ഭാരം കൂടി. ആ ഭൂമിദേവി തനിക്ക് ഈ ഭാരം താങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോയി വളരെ ദുഃഖിച്ചു. അങ്ങനെ ഭൂമിദേവി പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് വളരെ ദുഃഖിതനായി. ഈ ഭൂമിയുടെ ഭാരം എങ്ങനെ കുറയ്ക്കാമെന്ന് അദ്ദേഹം ഗാഢമായി ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കുന്നതിനിടയിൽ ബ്രഹ്മാവിന്റെ നെറ്റിയിൽ നിന്ന് ചുവന്ന കണ്ണുകളോടുകൂടിയ ചുവന്ന സാരി ധരിച്ച രക്തവർണ്ണത്തിലുള്ള ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. അവൾ മൃത്യുദേവതയായിരുന്നു. അവളെ കണ്ട ബ്രഹ്മാവ് പറഞ്ഞു, ഓ മരണദേവതേ, ഇതുവരെ ഭൂമിയിൽ ജീവൻ നൽകിയിട്ടേയുള്ളൂ, ജീവൻ എടുത്തിട്ടില്ല. ഞാൻ എങ്ങനെ ജീവൻ എടുക്കണം എന്ന ചിന്തയിൽ നിന്നാണ് നീ ജനിച്ചത്. അതുകൊണ്ട് സ്വന്തം അന്യൻ എന്ന് പക്ഷപാതമില്ലാതെ ഒരു ചിട്ടയായ രീതിയിൽ ഈ ഭൂമിയിലെ മനുഷ്യരാശിയെയും എല്ലാ ചരാചർ ജീവികളെയും സംഹരിച്ചുകൊണ്ടിരിക്കുക. അത് കേട്ട മരണദേവത, ബ്രഹ്മദേവ, ഞാൻ ഒരു സ്ത്രീയാണ്. കാരണം കൂടാതെ ജീവികളെ കൊല്ലാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അങ്ങനെ അവൾ കരഞ്ഞപ്പോൾ വന്ന കണ്ണുനീർ ബ്രഹ്മദേവൻ കൈക്കുമ്പിളിൽ പിടിച്ചു. ഓ മരണദേവതേ, ഞാൻ നിന്നെ സംഹാരത്തിനു വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ സംഹാരക്രിയ ആരംഭിക്കുക എന്ന് ബ്രഹ്മദേവൻ ആജ്ഞാപിച്ചു. ബ്രഹ്മദേവൻ അങ്ങനെ പറഞ്ഞിട്ടും ആ മരണദേവത അവിടെ നിന്ന് അനങ്ങിയില്ല. അപ്പോൾ വീണ്ടും ബ്രഹ്മദേവൻ മരണദേവതയോട് ഇങ്ങനെ പറഞ്ഞു, ഓ മരണദേവതേ, നീ എന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇത് അധർമ്മമല്ല, നിനക്ക് കീർത്തിയും പ്രതിഷ്ഠയും ലഭിക്കുന്നതിനായി ഞാനും മഹാശിവനും വരം നൽകാം. ഞാൻ പറഞ്ഞ ജോലി ചെയ്താൽ നിനക്ക് അധർമ്മം ബാധിക്കില്ല. 4 തരത്തിലുള്ള ഭൂതകോടികളെയും സംഹരിക്കുക. അതിന് മരണദേവത പറഞ്ഞു, ദേവാ, ഞാൻ അന്ന് പറഞ്ഞതുപോലെ ചെയ്യാം. എന്നാൽ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അവരെ ഞാൻ സ്വയം വധിക്കില്ല. അവരുടെ സമയം അവസാനിച്ചതിനു ശേഷം അവർ സ്വയം എന്റെ കണ്ണിൽപ്പെടുന്നതുപോലെ ചെയ്യുക. അപ്പോൾ മാത്രമേ എനിക്ക് എന്റെ കടമ ക്രമമായി നിറവേറ്റാൻ കഴിയൂ എന്ന് അവൾ അഭ്യർത്ഥിച്ചു. അതിന് ബ്രഹ്മദേവൻ ഇങ്ങനെ പറഞ്ഞു, ശരി, ഞാൻ അങ്ങനെ ചെയ്യും. അത്രമാത്രമല്ല, നീ അന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ നിന്റെ കണ്ണുനീർ ഞാൻ എന്റെ കൈക്കുമ്പിളിൽ പിടിച്ചു. ആ കണ്ണുനീർ തുള്ളികൾ ഓരോന്നും ഓരോ രോഗങ്ങളായി ജനങ്ങളെയും ഭൂതഗണങ്ങളെയും പീഡിപ്പിക്കും. അജ്ഞാതമായ രോഗങ്ങൾ പടർന്നു പിടിക്കുകയും അവർ ആ രോഗങ്ങൾ കാരണമായിട്ടോ അല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടായ അസൂയ കാരണമായിട്ടോ പരസ്പരം ഇഷ്ടപ്പെടാതെ പരസ്പരം പോരാടി മരിക്കും. അത്രമാത്രമല്ല, വിചിത്രമായ വാഹനങ്ങൾ ഉണ്ടാവുകയും മനുഷ്യർ അവരുടെ ജീവൻ എളുപ്പമാക്കുകയും ചെയ്യും. ഈ ഭൂമിയിൽ ആരെങ്കിലും മരിച്ചാൽ അതിന് കാരണം മനുഷ്യർക്ക് അറിയാം. കാരണം ഞങ്ങൾ കാണിക്കും. അതുകൊണ്ട് നിന്നെ ആരും കുറ്റപ്പെടുത്തില്ല. അതിനാൽ നീ നിർഭയമായി നിന്റെ ധർമ്മം നിറവേറ്റുക എന്ന് ബ്രഹ്മാവ് മൃത്യുദേവതയോട് പറഞ്ഞു. അതോടെ മൃത്യുദേവത സംഹാരക്രിയയ്ക്ക് സമ്മതിച്ചു. തന്റെ കടം തന്റെയോ അന്യന്റെയോ വ്യത്യാസമില്ലാതെ ചെയ്യാൻ തുടങ്ങി. ആ രീതിയിൽ തന്നെ ശാപവശാലോ അല്ലെങ്കിൽ വിധിവശാലോ ഭൂമിയിൽ വന്ന ചില ദേവതകളെ അവർ വന്ന് കാര്യം കഴിഞ്ഞാൽ അവരെ തന്റെ മടിയിലേക്ക് എടുത്ത് അവിടെ നിന്ന്, അതായത് ബ്രഹ്മലോകത്തേക്ക് അയക്കും. മൃത്യുദേവത, അതായത് ദേവതകൾ പോലും കർമ്മം ചെയ്യണമെങ്കിൽ മനുഷ്യരായി അവതരിച്ച് തിരിച്ച് അവർ ഉത്തമ മനുഷ്യരായി ധർമ്മമാർഗത്തിൽ നടന്ന് ദൈവത്വം നേടും. അതുകൊണ്ട് അകമ്പന മഹാരാജാവേ, നീ നിന്റെ മകന്റെ മരണം കുറിച്ച് വിഷമിക്കരുത് എന്ന് നാരദൻ പറഞ്ഞു. നാരദന്റെ വാക്കുകൾ കേട്ട അകമ്പനൻ കുറച്ചൊക്കെ ദുഃഖഭാരം ഒഴിയുകയും മനസ്സ് ശാന്തമാവുകയും ചെയ്തു. അതുപോലെ ഹനുമാൻ ജയന്തി ദിനത്തിൽ ഹനുമാൻ തന്റെ ഭക്തരെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഈ കഥകൾ കേട്ടാൽ മതി. ഒരു ദുഷ്ടശക്തിയും നിങ്ങളെ സമീപിക്കില്ല. സ്വാമി നിങ്ങളെ എപ്പോഴും സംരക്ഷിക്കും. പണ്ട് ഒരു ഗ്രാമത്തിൽ കേശവൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. വേദങ്ങളിലും വേദാംഗങ്ങളിലും പണ്ഡിതനും ബുദ്ധിമാനും എല്ലാ ധർമ്മങ്ങളും ആചരിക്കുന്നവനുമായിരുന്നു അദ്ദേഹം. പുത്രന്മാരോടും പൗത്രന്മാരോടും ഭാര്യ
വിശാലാക്ഷിയോടും കൂടി സുഖകരമായ ജീവിതം നയിക്കുകയായിരുന്നു. അതിഥി പൂജകളിലൂടെ തന്റെ ജീവിതം ധന്യമാക്കിക്കൊണ്ടിരുന്നു. ആ ഗ്രാമത്തിന് ഒരു പ്രഭുവിനെ പോലെ ശോഭിച്ചുകൊണ്ടിരുന്നു കേശവൻ. കുറച്ചു കാലത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദുരന്തം സംഭവിച്ചു. പ്രിയപ്പെട്ട് ഭാര്യ അപ്രതീക്ഷിതമായി മരിച്ചു. അദ്ദേഹത്തിന്റെ ദുഃഖം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ദുഃഖം താങ്ങാനാവാതെ കാശി നഗരത്തിൽ എത്തിച്ചേർന്നു. അവിടെ ദിവസവും ഗംഗാ സ്നാനത്തിലൂടെ പവിത്രത നേടുകയും വിശ്വേശ്വരനെ ദർശിക്കുകയും അഭിഷേകം ചെയ്യുകയും വിശാലാക്ഷി ദേവിയെ ദർശിക്കുന്നതിലൂടെ ആശ്വാസം കണ്ടെത്തുകയും ചെയ്തു. കുറച്ചുകാലം കാശിയിൽ ചെലവഴിച്ച ശേഷം പ്രയാഗ്, ഗേ തുടങ്ങിയ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും പിതൃകർമ്മങ്ങൾ നടത്തുകയും വിദ്യുക്തമായ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് കുറച്ചു മാസങ്ങൾ ചെലവഴിച്ച ശേഷം വീണ്ടും വീട്ടിലേക്ക് മടങ്ങി. യാത്രയിൽ ഒരു ദിവസം ഇരുട്ടിയപ്പോൾ ഒരു ആൽമരച്ചുവട്ടിൽ വിശ്രമിച്ചു. ആ ആൽമരം വളരെ പഴക്കമുള്ളതും വേരുകളാൽ നന്നായി വ്യാപിച്ചതുമാണ്. അർദ്ധരാത്രിയിൽ ആ മരത്തെ ആശ്രയിച്ച് താമസിച്ചിരുന്ന ഒരു പിശാച് സുന്ദരനായ കേശവനെ തിന്നാൻ ആഗ്രഹിച്ചു. മനോഹരമായ ഒരു യുവതിയായി മാറി അവന്റെ അടുത്തെത്തി ശൃംഗാര ചേഷ്ടകളാൽ പ്രകോപിപ്പിക്കാൻ തുടങ്ങി. അവൻ ഒന്നും മനസ്സിലായില്ല. യുവതി, നീ ആരാണ്? അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ വരുന്നത് ശരിയല്ല. വിവാഹം കഴിഞ്ഞോ? ഞാൻ ഭാര്യയില്ലാത്തവനാണ്. എന്റെ കൂടെ താമസിക്കാൻ നിനക്ക് കഴിയുമോ? നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ എന്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് അവൻ പറഞ്ഞു. അവൾ സമ്മതിച്ചു. അവർ രണ്ടുപേരും ആ രാത്രി സന്തോഷത്തോടെ ചെലവഴിച്ചു. അടുത്ത ദിവസം അവർ രണ്ടുപേരും വീട്ടിലെത്തി. കുറച്ചുകാലം അവൻ അവളോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം കേശവന്റെ വീടിന് ദൂരെ ഒരു മരച്ചുവട്ടിൽ പൊടിപിടിച്ച ശരീരവും രുദ്രാക്ഷമാലയും ധരിച്ച് പുലിത്തോൽ വസ്ത്രം ധരിച്ച ഒരു യോഗി ശിഷ്യന്മാരോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു. കേശവൻ അദ്ദേഹത്തെ സമീപിച്ച് തന്റെ വീട്ടിലേക്ക് വന്ന് ആതിഥ്യം സ്വീകരിക്കാൻ അഭ്യർത്ഥിച്ചു. സന്തോഷത്തോടെ ആ യോഗി ശിഷ്യന്മാരോടൊപ്പം കേശവന്റെ വീട്ടിലെത്തി. അകത്ത് പോയി ഭാര്യയെ വിളിച്ചു. അതിന് ആ യോഗി ഭാര്യയെ വിളിക്കരുതെന്ന് വിലക്കി. കേശവനോട് യോഗി ചോദിച്ചു, കേശവ, അവൾ ആരാണെന്ന് അറിയാതെയാണോ നീ കുടുംബം നയിക്കുന്നത്? വിവാഹം കഴിച്ചതാണോ? സത്യം പറയൂ. അതിന് കേശവൻ നടന്ന എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. തനിക്ക് ഒന്നും അറിയില്ലെന്നും തന്നെ ഉദ്ധരിക്കണമെന്നും അപേക്ഷിച്ചു. കേശവനോട് യോഗിക്ക് ദയ തോന്നി. അദ്ദേഹത്തെ ഉദ്ധരിക്കണമെന്ന് തോന്നി. ഇവളുടെ കാര്യം ഞാൻ പറയില്ല, നീ തന്നെ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് ശ്രീരാം താരകമന്ത്രം ഉപദേശിച്ച് ഉടൻ തന്നെ ജപിക്കാൻ പറഞ്ഞു. ഒരു രുദ്രാക്ഷമാലയും നൽകി അതുപയോഗിച്ച് ജപിക്കാൻ പറഞ്ഞു. അദ്ദേഹം പോയി. കേശവനും അതുപോലെ ചെയ്തു. കയ്യിലുള്ള ആ മാല കാരണം സൂര്യതേജസ്സോടെ പ്രകാശിച്ചു കൊണ്ടിരുന്നു കേശവൻ. അവിടേക്ക് ആ പിശാച് വന്നു. അവൾ ഭയപ്പെട്ടു. ആ ജപമാല ദൂരേക്ക് വലിച്ചെറിയാൻ അവൾ ആവശ്യപ്പെട്ടു. തന്റെ അടുത്തേക്ക് വരരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവൾ ദൂരേക്ക് മാറിപ്പോയി. അപ്പോൾ ഭക്തസുലഭനായ ആഞ്ജനേയ സ്വാമി പ്രത്യക്ഷപ്പെട്ട് തന്റെ വാലുകൊണ്ട് ആ പിശാചിനെ ചുട്ടി വലിച്ചെറിഞ്ഞു. കേശവൻ നടന്നതെല്ലാം പറഞ്ഞുകൊടുത്ത് സ്വാമി അപ്രത്യക്ഷനായി. കേശവൻ യോഗിയെ സന്ദർശിക്കുകയും നടന്നതെല്ലാം അറിയിക്കുകയും തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. യോഗി ദേവോടെ രാമനെയും ആഞ്ജനേയനെയും നിത്യം ജപിക്കാൻ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ശ്രീ ഹനുമാനെ പ്രതിഷ്ഠിച്ച് ജീവിതകാലം മുഴുവൻ ഹനുമത് പൂജ മുടക്കരുതെന്ന് ഉപദേശിച്ച് ശിഷ്യന്മാരോടൊപ്പം പോയി. യോഗി നിർദ്ദേശിച്ചതുപോലെ കേശവൻ ശ്രീ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം നിർമ്മിച്ച് സ്വാമിയെ പ്രതിഷ്ഠിച്ച് പതിവുപോലെ പൂജകൾ നടത്തുകയും ഹനുമത് ഭക്തരെ ആദരിക്കുകയും ഹനുമത് കഥകൾ കേൾപ്പിക്കുകയും ഹനുമത് അനുഗ്രഹം പൂർണ്ണമായി നേടി ഒടുവിൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. മുൻപ് ഒരു ഗ്രാമത്തിൽ ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. പഠനം ഒട്ടും വശമില്ലായിരുന്നു. ഒരു കുടിലിൽ താമസിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞിരുന്നില്ല. ഭിക്ഷ യാചിച്ച് ജീവിച്ചിരുന്നു. എന്നാൽ സജ്ജനനായി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ശ്രീ സീതാ രാമാഞ്ജനേയ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അവ ശുദ്ധജലത്തിൽ കഴുകി പൂക്കൾ അർപ്പിച്ച് നമസ്കരിച്ചിരുന്നു. പ്രാർത്ഥനാ മന്ത്രങ്ങൾ പോലും അറിയാത്ത മനസ്സിൽ തോന്നുന്ന വാക്കുകളാൽ പൂജ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയാണ് ജീവിതം നയിച്ചിരുന്നത്. ഒരു ദിവസം ശ്രാവണ മാസത്തിൽ ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവ് സൈനികരുമായി എങ്ങോട്ടോ പോകുമ്പോൾ ആ ഗ്രാമത്തിലെത്തി. അപ്പോഴേക്കും സന്ധ്യയായി. ഇരുട്ട് പരന്നു. അതിനു പുറമെ മഴയും പെയ്യാൻ തുടങ്ങി. മഴയുടെ ബുദ്ധിമുട്ട് സഹിക്കാനാവാതെ രാജാവും സൈനികരും വീടുകൾ കണ്ടിടത്തെല്ലാം അഭയം തേടി. ചിലർ ഈ ദരിദ്രനായ ബ്രാഹ്മണന്റെ വീട്ടിൽ പ്രവേശിച്ച് തങ്ങൾ രാജാവിന്റെ സേവകരാണെന്നും ഈ വീട്ടിൽ താമസിക്കുമെന്നും പറഞ്ഞ് ബ്രാഹ്മണനോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ആ ബ്രാഹ്മണൻ പ്രാർത്ഥനയോടെ പറഞ്ഞു, അയ്യോ, ഞങ്ങളുടെ ദേവന്മാരായ സീതാരാമാഞ്ജനേയ സ്വാമികൾ ഉറങ്ങുകയാണ്.
അവരെ ഇപ്പോൾ എനിക്ക് ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ കഴിയില്ല എന്ന് വളരെ വിനയത്തോടെ മറുപടി പറഞ്ഞു. സൈനികർക്ക് ദേഷ്യം വന്ന് ആ വിഗ്രഹങ്ങൾ എടുത്ത് പുറത്തു പോകാൻ കർശനമായി പറഞ്ഞു. കേൾക്കാതിരുന്നപ്പോൾ അവർ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. ആ ബ്രാഹ്മണന് ആ അടി സഹിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് ധൈര്യം സംഭരിച്ച് എങ്ങനെയോ ആ വിഗ്രഹങ്ങൾ ഇരുന്ന സ്ഥലത്ത് ചെന്ന്, ശ്രീരാമ, ഈ ദുഷ്ടന്മാർ എന്നെ ഉപദ്രവിക്കുകയാണ്, അവർ നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് വിലപിച്ചുകൊണ്ട് ആ വിഗ്രഹങ്ങൾ പുറത്തുവെച്ച് ജലപാത്രം ഇടത് കൈയിൽ പിടിച്ച് ദണ്ട് വലത് കൈയിൽ ധരിച്ചു പുറത്തിറങ്ങി ഇരയത്ത് നിന്നു. അകത്ത് സൈനികർ സുഖമായി ഉറങ്ങുകയായിരുന്നു. മഴ അതിശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു. അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ജലപാത്രം നിലത്ത് വെച്ച് ഇടത് കൈകൊണ്ട് ആഞ്ജനേയ വിഗ്രഹം എടുത്ത്, വായുനന്ദന, നിന്റെ പ്രതാപം ഇത്രമാത്രമാണോ? നിന്റെ പരാക്രമത്തെക്കുറിച്ച് പുരാണങ്ങളെല്ലാം വളരെ വിശദമായി വർണ്ണിച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട്. നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാൻ കഴിയില്ലേ? നിന്റെ സ്വാമിയെ സംരക്ഷിക്കാൻ കഴിയില്ലേ? എന്തിനാണ് ഈ പരാക്രമം എന്ന് ദുഃഖിച്ചുകൊണ്ട് ആഞ്ജനേയന്റെ വാൽ പിടിച്ച് ആ വിഗ്രഹം വായുവിലേക്ക് എറിഞ്ഞു. അങ്ങനെ ആ വിഗ്രഹം ഹനുമാനായി മാറി. ബ്രഹ്മാണ്ഡ് ഭാണ്ഡങ്ങളെല്ലാം കുലുങ്ങുന്ന രീതിയിൽ ഭയങ്കരമായ ഗർജനം ഹനുമാൻ പുറപ്പെടുവിച്ചു. ആ ഗർജനത്തിൽ രാജാവും അദ്ദേഹത്തിന്റെ സൈനികരും ഗ്രാമത്തിലെ എല്ലാ പുരുഷന്മാരും ഹൃദയം പൊട്ടി മരിച്ചുപോയി. സ്ത്രീകൾ മാത്രം ജീവിച്ചിരുന്നു. എങ്ങനെയോ ആ രാത്രി കടന്നുപോയി. മഴയും കുറഞ്ഞു. നേരം വെളുത്തപ്പോൾ എവിടെ നോക്കിയാലും പുരുഷന്മാരുടെ ശവങ്ങൾ മാത്രമാണ് കണ്ടത്. ഈ പാവപ്പെട്ട ബ്രാഹ്മണനും ഗ്രാമത്തിലെ സ്ത്രീകളും ചേർന്ന് ആ ശവങ്ങളെല്ലാം ദഹിപ്പിച്ചു. അന്നുമുതൽ ആ ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളും അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചു. അനേകം സുഖങ്ങൾ അനുഭവിച്ച് സീതാ രാമാഞ്ജനേയന്മാരെ നിത്യം പൂജിച്ച് കുറച്ചു ദിവസങ്ങൾക്കു ശേഷം രാജാവായി. അന്നു മുതൽ ഏതൊരു സ്ത്രീയും ഗർഭത്തിൽ ശിശുവിനെ ധരിച്ചാൽ ഹനുമാൻ ഗർജിക്കുമായിരുന്നു. ഗർഭചിത്രം നടന്ന് ആ ശിശു മരിക്കുമായിരുന്നു. ആ ഗ്രാമം പൂർണ്ണമായും സ്ത്രീകളുടേതായി മാറി. വീണ്ടും ഒരു പുരുഷശിശുവിന്റെ ജനനം അവിടെ നടന്നില്ല. അതുകൊണ്ട് ഇന്ന് ഈ കഥകൾ കേട്ടാൽ മതി. വീട്ടിൽ ധനവർഷം ഉണ്ടാകും. ദോഷങ്ങൾ ഇല്ലാതാകും. വിവാഹം കഴിക്കാത്തവർക്ക് പെട്ടെന്ന് വിവാഹം നടക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.